ഒരു ശിക്ഷയോ ഒരു വിചാരണയോ ഇല്ലാതെ 70,000 ആളുകൾ അവരിൽ നേർക്കുനേരെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരുണ്ട് നബിയേ. അവരാരാണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തഊൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുമ്പോൾ സ്വഹാബികൾ വന്ന് കണ്ടു. സിദ്ദീഖ് എന്നവരോട് ചോദിച്ചു, അറആക തബീബ്, ചോദിച്ചില്ലേ? ഡോക്ടർ വന്ന് കണ്ടോ എന്നാണ് ഇതിന്റെ അർത്ഥം. സ്വഹാബിമാർ ചോദിച്ചു. തദാവൂ യാ ഇബാദല്ലാഹ്, പുണ്യ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അള്ളാഹുവിന്റെ പടപ്പുകളെ, നിങ്ങൾ ചികിത്സ ചെയ്യണം, ചികിത്സിക്കണം, ഡോക്ടറെ കാണണം. അതിന് വലിയൊരു ഉദാഹരണ കുഞ്ഞുകോയ തങ്ങളെ പുറകള്. തങ്ങൾ എന്തൊക്കെ റുഖിയ പറഞ്ഞു കൊടുത്താലും ഇന്നാലിൻ ഡോക്ടറെ പോയി കാണും തങ്ങൾ എഴുതി, തങ്ങളെ വിളിച്ചു പറയും, ഇന്നാലിന്റെ സ്ഥലത്ത് പോയി ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം. ചിലപ്പോൾ പറയും സർജറി ചെയ്യണം, തങ്ങൾ പറയും സർജറി ചെയ്തോ, അതാണ് ഇതിന്റെ പരിഹാരം. നമ്മളൊക്കെ അള്ളാഹുവിനവർക്ക് എന്താ പഠിച്ചവനെ ഒരു സർജറി കൂടാതെ, അങ്ങനെ പറയേണ്ട അതിന്റെ സബബ് എന്താ നമുക്ക് അറിയില്ലല്ലോ. അള്ളാഹു ഷിഫാഇന്റെ സബബ് വെച്ചത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ട് ഒരു രോഗം നമുക്ക് വരാൻ പിന്നെ ഒരു ചാൻസും ഇല്ല. അത്രക്കാണ് നമ്മൾ പഠിച്ചോണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, എന്നാൽ എനിക്ക് തോന്നാറുണ്ട് റബ്ബേ അതൊക്കെ സൂഉൽ അദബി മഅ അല്ലാഹ്. നമ്മൾ അങ്ങനെ പഠിച്ചോനെ വയറുവേദന തരല്ലേ, തലവേദന തരല്ലേ, റോട്ട് കിടന്ന് മരിക്കല്ലേ, ആശുപത്രി കിടന്ന് മരിപ്പിക്കല്ലേ. ഇപ്പൊ എന്താ പിന്നെ എങ്ങനെ ഇപ്പൊ ദുനിയാവെന്ന് പോണ്ടേ? ഒരു കാരണം വേണ്ടേ? എന്ത് കാരണം കൊണ്ടാ പിന്നെ പോവാ? അങ്ങനെ അങ്ങ് പറഞ്ഞുകൂടാന്നാ. പഠിച്ചവനെ സഹിക്കാൻ പറ്റുന്നത്, സബറിന് കൂലി കിട്ടുന്നത്, മാരകമല്ലാത്തത്. അല്ലാഹുവേ, പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള കരുത്തും സബറും നൽകണേ. മാരകാസുഖം കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. പിന്നെ ബറസ്, ജുദാമ്, ജുനൂന്, നബി തങ്ങൾ കാവൽ ചോദിച്ച അസുഖങ്ങളുണ്ട്. ഭ്രാന്ത്, കുഷ്ഠരോഗം, അമ, കണ്ണ് നഷ്ടപ്പെടുന്നത്, വെള്ളപ്പാണ്ട്, ഭ്രാന്ത് പിടിക്കുക, അതൊന്നും വരുത്തരുതേ. അങ്ങനെയൊക്കെ ദ്വാരക്കാം. അല്ലാതെ നമ്മൾ പറയുന്ന വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ ദ്വാരക്കാൻ അറിയുക എന്നതൊരു ഒരു ഫന്നാണ്. അത് അറിയേണ്ട ഒരു ഇൽമാണ്. ചിലക്കത് അറിയുന്നില്ല എങ്ങനെയാ ദ്വാരക്കേണ്ടത്. അങ്ങോട്ട് അല്ലാഹു പഠിച്ചവനെ നീ ഇങ്ങനെ ആക്കല്ലേ റബ്ബേ, പഠിച്ചവനെ എൻ്റെ കുട്ടികളും ദലാലത്തിൽ ആക്കല്ലേ പഠിച്ചവനെ. അള്ളാഹുലേക്ക് സൂആയ കാര്യങ്ങൾ, മോശപ്പെട്ട വിഷയങ്ങളെ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്നാ. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ റബ്ബാണ് എനിക്ക് ശിഫ നൽകുന്നത്. ആര് പറഞ്ഞു? നബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഫഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അള്ളാഹുവാണ് ശിഫ തരുന്നത്. ആരാ രോഗിയാക്കണത്? അള്ളാഹു അല്ലേ. ഇബ്രാഹിം നബി പറഞ്ഞില്ല എന്നാ, ഞാൻ രോഗിയായാൽ, എങ്ങനെയല്ല, നീ എന്നെ രോഗിയാക്കിയാൽ എനിക്ക് നീ ശിഫ തരണേ, അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ അള്ളാഹുവിനോട് നീയാണ് രോഗിയാക്കുന്നത് എന്ന് റബ്ബിലേക്ക് ചേർത്തി പറയുന്നത് അള്ളാഹുവിനോട് അദബുകേട് കാണിക്കലാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയില്ലേ, കുട്ടനെ അങ്ങനെ ആക്കി കളയല്ലേ റബ്ബേ, എനിക്ക് ഇങ്ങനെ ആക്കല്ലേ, നീ ഞങ്ങൾ ഇടങ്ങേറാക്കല്ലേ, ബുദ്ധിമുട്ടാക്കല്ലേ പഠിച്ചവനെ. അങ്ങനെ പറയരുത്. അല്ലാഹു ഞങ്ങൾ ബുദ്ധിമുട്ടിലായി പോകരുതേ, അങ്ങനെ പറയാം. അങ്ങനെ പറയാം, നമ്മളായി പോകരുതേ പഠിച്ചവനെ. ഞങ്ങളുടെ ചെറുപ്പക്കാരോ ഞങ്ങളോ ആരും ദലാലത്തിലായി പോകരുതേ റബ്ബേ, നീ ഹിദായത്ത് തരയണമേ. അള്ളാഹുവിനോട് അങ്ങനെ പറയാവൂ, നീ വഴികേടിലാക്കല്ലേ എന്ന് പറയരുത്. യുദില്ലു മൻ യശാ, എന്നാൽ പോലും അല്ലാഹു ജല്ല ജലാലുവിന്റെ അദ്ദാത്തുൽ അലിയ്യു സുബ്ഹാനഹു, അല്ലാഹുവിലേക്ക് ഖൈർ മാത്രമേ ചേർത്തി പറയാൻ പാടുള്ളൂ. അതിന്റെ മഅനയൊക്കെ തഫ്സീർ ചെയ്യുമ്പോൾ ആലിമീങ്ങൾ അത്ര ഗൗരവത്തിലാണ് ഇതിന്റെ തഫ്സീർ ചെയ്യുക. അങ്ങനെ അങ്ങ് പറയുക, അള്ളാഹുവിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് വരുന്ന എല്ലാ അസുഖത്തിനും കുറ്റക്കാരൻ അള്ളാഹുവാണ്. ആ രീതിയിൽ അള്ളാഹുവിനെ കുറ്റം ചാരി പറയുന്ന ദുആകൾ അങ്ങനെ ആയിപ്പോകരുത്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിനോട് അദബ് കാണിക്കുന്ന ഒരു ഇൽമ് അള്ളാഹു തരട്ടെ. അത് വലിയ ഇൽമാണ്. അള്ളാഹുവിനോട് തഅദ്ദുബ് കാണിക്കാൻ, അള്ളാഹുവിനോട് അദബ് കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തമൂന വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, ഹൽ റആക തബീബ്, നിങ്ങളെ ഡോക്ടർ വന്ന് കണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ വന്ന് കണ്ടോ? ഖാല നഅം, അതെ അതെ അതെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ പോലെ നോക്കണം, എന്തൊരു നല്ല ചങ്ങാത്തമായിരുന്നു അല്ലേ. ആ രണ്ട് മഹത്തുക്കളും, ഹബീബ് തങ്ങൾക്കും 63 വഫാത്ത്, സിദ്ദീഖ് തങ്ങൾക്കും 63 വഫാത്ത്, ഉമർ എന്നവർക്കും 63 വഫാത്ത്. മാഷാ അല്ലാഹ്. അവർ 3 പേരും ഒരുമിച്ച് റൗളയിൽ.
ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ആ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫിൽ നോക്കണേ, 3 പേരെയും അല്ലാഹു ഒരുമിപ്പിച്ചു. സിദ്ദീഖ് എന്നൊരു വഫാത്താകും തിങ്കളാഴ്ചയാണ്, തങ്ങളുടെ വഫാത്തും തിങ്കളാഴ്ചയാണ്. ഉമർ എന്നവരുടേത് എനിക്ക് അറിയില്ല, അല്ലാഹു അലം. സിദ്ദീഖ് തങ്ങൾ ആ പ്രയാസത്തിൽ രോഗിയായി കിടക്കുമ്പോഴേ അവർ ചോദിച്ചു, ഹൽ റആക തബീബ്, ഡോക്ടർ വന്ന് കണ്ടോ? ഖാല നഅം, ആ കണ്ടു. മാദാ ഖാൽ, എന്തേ ഡോക്ടർ പറഞ്ഞത്? മരുന്ന് കുടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഗുളിക തന്നു, അരിഷ്ടം തന്നു, ഇതൊക്കെയാ പറയാ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിദ്ദീഖ് എന്നവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, അബൂബക്കറെ, നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു ചെയ്യും എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾക്ക് മനസ്സിലായി ഇത് ഏത് ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു ജല്ല ജല, അത് ആ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു നിലപാടാണ് ഈ 70,000-ൽ പറഞ്ഞ ഈ സ്വഭാവം. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതുപോലെയുള്ള ഒരു ഉയർന്ന തവക്കുൽ ഒരു പക്ഷേ നമുക്കുണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് പരിശ്രമിക്കണം. ഡോക്ടറെ പോയി കാണരുത് എന്നുമല്ല അതിനർത്ഥം. സിദ്ദീഖ് എന്നവര് സമ്പത്ത് മുഴുവൻ അള്ളാഹ്ക്ക് സ്വതക്ക ചെയ്ത സ്വഹാബിയാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ, അഫ്വയെ കൊടുക്കുക. അഫ്വ എന്ന് പറഞ്ഞാൽ മാ സാദ, നിങ്ങളുടെ മാ ഫദല അൻ ഹാജത്തിക്കും, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതേ ദാനം ചെയ്യേണ്ടതുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞത്. സിദ്ദീഖ് എന്നവർ എന്ത് ചെയ്തു? മുഴുവൻ അങ്ങോട്ട് കൊടുത്തു, അല്ലേ? മുഴുവൻ കൊടുത്തു. അതിന് അൽ ഈമാനു സിദ്ദീഖി, സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ അങ്ങനെയാണ്. റളിയല്ലാഹു തആല അൻഹു. എന്റെ ഉമ്മത്തികളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ഈമാനിനെ ചുരണ്ടിയെടുത്ത ഒരു തുലാസിൽ അതിൽ ആരൊക്കെ പെട്ടു? ഹബീബിന്റെ 1,00,000-ലേറെ വരുന്ന സ്വഹാബികളുടെ ഈമാൻ പെട്ടു. താബിഈങ്ങളുടെ ഖിയാമത്ത് നാൾ വരാൻ പോകുന്ന മുഴുവൻ ആളുകളുടെയും ഈമാൻ തുലാസിന്റെ ഒരു തട്ടില്. എന്റെ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ ലറജഹ ഈമാനു സിദ്ദീഖ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ ഒരൊറ്റ ഈമാൻ കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഈമാനിനേക്കാളും ഭാരമുള്ള ഈമാൻ സിദ്ദീഖ് എന്നവർക്കുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അമ്പിയാക്കന്മാർ മുഴുവൻ സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഭാഗ്യം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. യാ അല്ലാഹ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا حبيب صاحبه في الغار ثور ഗുഹയിൽ ഹബീബിന്റെ കൂടെ ഒളിച്ചു താമസിച്ച ഹബീബിന്റെ ജീവനോളം തുല്യനായ സ്വഹാബിയാണ്, റഫീഖാണ്, സാഹിബാണ്. സാഹിബുഹു ഫിൽ ഗാർ എന്ന് ഖുർആൻ വിളിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോഴേ തങ്ങളുടെ കൂടെ അന്ന് ഉച്ചക്ക് സമയം വഖ്തുൽ ളുഹീറ, നട്ടുച്ച നേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞ ആളുകൾക്ക് നബി തങ്ങളെ കിട്ടിയില്ല. തങ്ങൾ സൂറത്തു യാസീനിലെ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെ ഓതിയിട്ട് ഒരു പിടി മണലിലേക്ക് ഊതിയിട്ടങ്ങണ്ട് വാതിൽ തുറന്നു എറിഞ്ഞു. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ, it wasn't you who threw it, it was Allah. എല്ലാരെ കണ്ണിലും വിട്ടു. ആ എറിഞ്ഞത് അല്ലാഹുവായിരുന്നു നബിയെ. ഖുർആൻ പറഞ്ഞു, നിങ്ങളല്ല എറിഞ്ഞത്, അത് അല്ലാഹുവാണ് എറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നേരെ പോയി സിദ്ദീഖ് നിങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോഴേക്കും വെളിച്ചം വന്ന് ചൂട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്തേ നബിയെ, എന്തേ നബിയെ? അപ്പൊ ആരുമില്ല, മക്കയിൽ ആരുമില്ല. എല്ലാ മുസ്ലിമീങ്ങളും പോയിട്ടുണ്ട്. ഉമർ എന്നവര് വരെ പോയിട്ടുണ്ട്. മക്കയിൽ ആകുള്ളത് ആരാ? സിദ്ദീഖ് എന്നവര്, അഷ്റഫ് ഖൽഖ് തങ്ങള്, അലിയാര് തങ്ങള്, അറിയപ്പെട്ട പിന്നെ രോഗികൾ, വയ്യാത്തവര്. വേറെ എല്ലാ മുസ്ലിമീങ്ങളും മദീനത്തേക്ക് പോയി കഴിഞ്ഞു. ഹിജ്റ ഭയങ്കര അത്ഭുതമായിരുന്നല്ലോ.
ഒരു നേതാവ് എന്താണെന്ന് കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളോട് മുഴുവനും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവസാനമാണ് നേതാവ് രക്ഷപ്പെടുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ബഷാർ അൽ അസദ് പിടിക്കുന്ന മൂപ്പർ അപ്പം തന്നെ ഫ്ലൈറ്റ് കയറിപ്പോയി. ഇനി എന്തോ സംഭവിക്കട്ടെ, എനിക്ക് ശേഷം തൂഫാന് നടന്നാലും കുഴപ്പമില്ല, ഞാൻ തടി രക്ഷപ്പെടുത്തട്ടെ. ലോക നേതാക്കന്മാർ അങ്ങനെയാണ്. അവര് ഒരു ക്രൈസിസിലാകുമ്പോ അവരുടെ തടി നോക്കാനാണ് നോക്കുക. നാടിൽ എന്ത് സംഭവിക്കും, ആര് നോക്കും ഭരണം, ഇതൊന്നും പിന്നെ അവർക്ക് വിഷയമല്ല. ഞാൻ നഫ്സി നഫ്സി. പുണ്യനബി ചെയ്തത് എന്താ? സ്വഹാബികളെ നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. 2 ആഴ്ച 1 മാസം മുമ്പ് നബി ഞങ്ങൾ ഓരോരുത്തരെയും രാത്രിക്ക് രാത്രി പറഞ്ഞയച്ചു തുടങ്ങി. അവരൊക്കെ മദീനയിലെത്തി. എന്നിട്ട് എക്സ്ട്രീം ഡേഞ്ചറിലാ തങ്ങൾ മക്കയിൽ നിന്നത് സ്വല്ലല്ലാഹു. അത് തങ്ങളുടെ ക്വാളിറ്റിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളോട് മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളൂ. അവരൊക്കെ മദീന. ഹംസ തങ്ങളടക്കം മദീനയില. നോക്കണം, ഹബീബിന്റെ കൂടെ നിൽക്കുന്ന സയ്യിദ് ശുഹദാ ആയി മാറിയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം മദീനയിൽ നബിയെ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു റളിയല്ലാഹു തആല. സഅദ് ഇബ്നു റബീഅ എന്നവരും സഅദ് ഇബ്നു ഉബാദ തങ്ങളും സഅദ് ഇബ്നു മുആദ് എന്നവരും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ, എല്ലാ സഅദ്മാരും മദീനയിലാണ്. അൻസ്വാരികൾ അവരവിടെ കാത്തിരിക്കുകയാണ്. തങ്ങൾ ഒറ്റക്കായിരുന്നു ഇവിടെ സിദ്ദീഖ് തങ്ങളുടെ കൂടെ. അലി തങ്ങൾ ചെറിയ 19-20 വയസ്സാവുന്നല്ലേ ഉള്ളൂ ആ സമയത്ത് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, എനിക്ക് അങ്ങയോടൊരു സ്വകാര്യം പറയാനുണ്ട്. അവിടെ മാറി നിൽക്കുന്നു പറഞ്ഞു. സിദ്ദീഖ് എന്നൊരു മറുപടി കൊടുത്തു, വല്ലാത്തൊരു മറുപടി. ഇൻഹും ഇല്ലാ അഹ്ലുക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങേക്കൊരു സ്വകാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് അങ്ങക്ക് എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടുകാർ അങ്ങയുടെ വീട്ടുകാർ തന്നെയല്ലയോ? അങ്ങയുടെ സ്വകാര്യം എൻ്റെ വീട്ടുകാര് പരസ്യപ്പെടുത്തുമെന്ന് തോന്നുന്നുവോ? അങ്ങ് ഇവിടെ പറഞ്ഞോളൂ നബിയെ, അങ്ങേക്ക് വിശ്വസിക്കാം എൻ്റെ വീട്ടുകാരെ. അതാണത്, അവരെ വിശ്വസിക്കാം, അവർ വഞ്ചിക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണെന്ന്. അസ്മാ ബീവിയാണ് ഒരു മുതിർന്ന മോളായത്. ആ സമയത്ത് അസ്മാ ബീവി ഗർഭിണിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന മോനെ പ്രസവിച്ചിട്ടില്ല. ആ ഗർഭവും കൊണ്ട് 550 കിലോമീറ്റർ യാത്ര ചെയ്ത മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. മദീനത്തെത്തിയപ്പോൾ മക്കക്കാരായ മുഹാജിറുകളായ സ്വഹാബികൾക്ക് ആദ്യണ്ടായ കുട്ടി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരാണ്. ഹിജ്റ കഴിഞ്ഞ ഉടനെ പൂർണ്ണ ഗർഭിണിയായി ആ മരുഭൂമിയിലൂടെ അസ്മാ ബീവി നടന്നു. സിദ്ദീഖ് എന്നവരുടെ മോൾ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി. യാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, പൂർണ്ണ ഗർഭിണിയായിട്ട് 7 തവാഫ് ചെയ്യാൻ പറ്റുമോ? റൗണ്ട് കൊണ്ട് കഴിയുമോ? പ്രയാസമായി പോവില്ലേ? 550-ലേറെ കിലോമീറ്റർ, 600ഓളം വരും. കാരണം ചുറ്റി വളഞ്ഞ, ഇന്നത്തെ പോലെ ഹൈവേ സ്ട്രൈറ്റ് റോഡല്ലല്ലോ. ഇന്നുണ്ട് 500-ലേറെ കിലോമീറ്റർ. ഹിജ്റ പോയ വഴി ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വളരെ ദുഷ്കരം, ഓഫ് റോഡ് വണ്ടികളിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി തങ്ങൾ ഹിജ്റ പോവുകയാണ്. ഉദിനലീ ബിൽ ഹിജ്റ. സിദ്ദീഖ് എന്നവരോട് പറഞ്ഞ വാക്കതാണ്, സിദ്ദീഖേ, മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ സിദ്ദീഖ് എന്നവർ അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, കൂടെ വരട്ടെ നബിയേ, ഞാനും. സമ്മതമുണ്ടോ? എന്തൊരു ചോദ്യാണല്ലേ. അങ്ങ് ഒറ്റയ്ക്ക് പോവുകയാണോ? ഞാനും കൂടെ വരട്ടെ. അള്ളാഹിൻ്റെ അനുമതി ഉണ്ടോ എന്ന് നോക്കട്ടെ സിദ്ദീഖേ, ഞാൻ പറയാം. കുറച്ചു നേരം കഴിഞ്ഞ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ അനുവാദമുണ്ട്, അള്ളാഹു അനുമതി തന്നിരിക്കുന്നു. ഫബകാ സിദ്ദീഖ്. സിദ്ദീഖ് എന്നവർ പൊട്ടിക്കരഞ്ഞു. ആയിഷ ബീവി പറയാം, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് കുറച്ചൊക്കെ കരയും, കണ്ണീര് വരും സന്തോഷം കൊണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ പൊട്ടിക്കരയും സന്തോഷം കൊണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ വാപ്പക്ക് ഹബീബിൻ്റെ കൂടെ ഹിജ്റ പോകാൻ അനുമതി കിട്ടി എന്ന വിവരമറിഞ്ഞപ്പോൾ എൻ്റെ വാപ്പ കരഞ്ഞത് കണ്ടപ്പോഴാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാണ്. വിഷയമതല്ല. സിദ്ദീഖ് എന്നവർ പുറപ്പെട്ടു. ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പുറപ്പെട്ടപ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയുണ്ട്, അബൂ ഖുഹാഫ. വലിയ പ്രായമായിട്ടുണ്ട് അന്ന് തന്നെ. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത് മക്ക വിജയത്തിന്റെ സമയത്താണ്. ഈ സംഭവം നടന്നൊരു 10 കൊല്ലം, ഒരു 9 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. നല്ല പ്രായമുണ്ട്. അപ്പോ അബൂ ഖുഹാഫ ചോദിച്ചു, മക്കളെ, അബൂബക്കർ പോയോ?
ആ വാപ്പാ ഉപ്പ പോയിട്ടുണ്ട്. പോയല്ലേ? പോയിട്ടുണ്ട്. എല്ലാ പൈസ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകുമല്ലേ? അപ്പൊ അസ്മാ ബീവി പറഞ്ഞു, വാപ്പങ്ങൾ പോയിരിക്കും, ഞാനിപ്പോൾ വരാം. വാപ്പയെ എവിടെയോ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അന്ന് ഗർഭിണിയാണ്, അവരറിയണം. 9 മാസം 10 മാസം ആവാറായിട്ടുണ്ട്. മഹദി റളിയല്ലാഹു അൻഹ അന്ന് മക്കയിലാണ്. അങ്ങനെ കുറേ ചരൽക്കല്ലെടുത്ത്, ചെറിയ ചെറിയ കല്ലുകൾ കുറേ എടുത്തു കൊണ്ടുവന്നു. അന്ന് ശ്രദ്ധിക്കുന്നവര് നാണയം സൂക്ഷിക്കുന്നത് ഒരു മുള പോലത്തെ ഒരു വീടിന്റെ, നമ്മളൊക്കെ ഓട് ഇറക്കി വെച്ചിരുന്ന ഓട് വീടുകൾ താഴേക്ക് ഇറക്കൂലേ, ഒരു കഴുക്കൂല എന്തിനു പറയല്, ആ ഒരു മരത്തിന്റെ ഒരു ഉള്ളുപൊള്ളയായ ഒരു മരത്തിന്റെ ഉള്ളിലാണ് അത്ര അന്ന് പൈസ ഇട്ട് വെക്കാറുള്ളത്. ഒരു മുള പോലെ സങ്കല്പിച്ചാൽ മതി. അസ്മാ ബീവി അതിൽ മുഴുവൻ ചരൽക്കല്ല് കൊണ്ടുപോയി നിറച്ചിട്ട്, പാപ്പാ ശ്രദ്ധിക്കുന്നവര് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ പോയത്, കണ്ടോളൂ എന്ന് പറഞ്ഞ് അതങ്ങ് കുലുക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ പൈസ ഇളകണ പോലെ സൗണ്ട് കേട്ടപ്പോ സമാധാനായി എന്ന് പറഞ്ഞു. സത്യത്തിൽ കുടുംബത്തിന് വേണ്ടി ഒന്നും ശ്രദ്ധിക്കുന്നവരുടെ ബാക്കി വെച്ചില്ലായിരുന്നു, മുഴുവൻ കല്ലായിരുന്നു. വാപ്പയെ ചീത്ത പറയണ്ടെന്ന് വിചാരിച്ചിട്ട് വല്യാപ്പാനെ സമാധാനിപ്പിക്കാൻ, അബൂ ഖുഹാഫയെ സമാധാനിപ്പിക്കാൻ അസ്മാ ബീവി ചെയ്ത പണിയാണത്. ഇത് ശ്രദ്ധിക്കുന്നവരുടെ ഈമാനാണ്. നമ്മളോട് അങ്ങനെ എല്ലാ പൈസ എടുത്തുകൊണ്ടുപോയി പള്ളിക്കും മദ്രസക്കും എത്തിങ്ങാനും കൊടുക്കണമെന്ന് ദീൻ പറയൂല. എന്തേ? നമുക്ക് അങ്ങനെയുള്ളൊരു ക്ഷമൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. ഉമറന്നവർക്ക് പറ്റിയിട്ടില്ലല്ലോ. ഉമറന്നവർ പകുതിയല്ലേ കൊണ്ടുപോയി കൊടുത്തത്. നിസ്ഫു മാലി യാ റസൂലല്ലാഹ്, അങ്ങനെ അവർ പറഞ്ഞില്ലേ. സിദ്ദീഖെന്നവരെ തോൽപ്പിക്കാൻ കഴിയൂലട്ടോ, കഴിയൂല. എന്തേ സിദ്ദീഖേ നിങ്ങൾ അങ്ങയുടെ വീട്ടുകാർക്ക് എന്താണ് സിദ്ദീഖേ നിങ്ങൾ ബാക്കി വെച്ചത്? ഖാല അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നബിയേ. ഒന്നും എൻ്റെ വീട്ടുകാർക്ക് ബാക്കി വെച്ചില്ല. അതോ അന്നത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരനും മുതലാളിയുമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു എല്ലാം ദീനു കൊടുത്തു. ഉസ്മാന്റെ ഉപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, വലിയ ദാനശീലമുള്ള ആളായിരുന്നു. മാഷാ അല്ലാഹ്. നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി മർഹൂം കെ എം എന്നാ പറയല്ലേ അവരെ, കെ എം അബ്ദുറഹ്മാൻ ഹാജി, കെ ബി എന്നോ, ബി കെ അള്ളാഹുർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഉണ്ടാവും ഒരുപാട് മഹാന്മാർ. സമ്പത്തുണ്ടായി ജീവിച്ചു, മരിച്ചു പോകുമ്പോൾ ഒന്നുമില്ല, എല്ലാം ദാനം ചെയ്ത്. ഇത് വലിയ ഈമാനാണ്. അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. هم الذين لا يسترقون ولا يكتوون ولا يتطيرون وعلى ربهم يتوكلون. അല്ലാഹുവിലേക്ക് മുഴുവൻ പരമേൽപ്പിക്കുകയാണെങ്കിൽ فوالله لو توكلتم على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുകയും അള്ളാഹുവിനെ പരമേൽപ്പിക്കേണ്ട വിധം കാര്യങ്ങളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് തരുമായിരുന്നു. അവരവരുടെ കൂടുകളിൽ നിന്ന് രാവിലെ നേരം വയറൊട്ടിയിട്ട് നടന്നു പോകുന്ന, പാറിപ്പോകുന്ന പക്ഷികൾ എവിടെയാണ് അവരുടെ ഭക്ഷണമെന്ന് പോലും അവർക്കറിയില്ല. ഒരു ഫ്രിഡ്ജില്ല, ഒരു സ്റ്റോറേജ് ഉണ്ടോ പക്ഷികൾക്ക്? സ്റ്റോർ റൂമുണ്ടോ പക്ഷികൾക്ക്? കുക്ക് ചെയ്യാൻ കിച്ചണുണ്ടോ? എവിടെയാണ് നാളത്തെ ഭക്ഷണം എന്നറിയാതെയാണ് നമുക്ക് ചുറ്റുമുള്ള മരങ്ങളിൽ ഈ നേരത്ത് പക്ഷികൾ കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് വയറൊട്ടി ഹിമാസ്വാ, ഒട്ടിയ വയറുമായി അവകൾ പറന്നു പോകുന്നു. അസ്തമയമാകുമ്പോൾ അവകൾ തിരിച്ചു പറക്കും കൂടുകളിലേക്ക്. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിരിക്കും, വയറ് നിറച്ചിട്ടാണ് അവകൾ തിരിച്ചു വരുന്നത്. ആ പക്ഷികളുടെ എണ്ണം അല്ലാഹുവിനെ അറിയൂ. നമ്മൾ കാണാത്ത എത്ര പക്ഷികളുണ്ട് ഇവിടെ, എത്ര ജീവജാലങ്ങളുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവനെ അല്ലാഹുവേ, പടച്ചതമ്പുരാൻ നിങ്ങളുടെ വിഷയം അങ്ങനെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. നിങ്ങൾ വേണ്ട വിധം അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ. നമ്മൾ ഏൽപ്പിക്കുന്നത് ഡോക്ടറെ കയ്യിലാണ്, ഹോസ്പിറ്റലിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ കാര്യം. മക്കളുടെ ജോലിയിൽ, ബാങ്ക് ബാലൻസിൽ, നമ്മുടെ ബിസിനസ്സിൽ, അതൊക്കെ നമ്മുടെ തവക്കുല്. പൈസ കയ്യിൽ തീർന്നു നോക്കിയാൽ തീരും തവക്കുല് ഈമാനൊക്കെ. അതുവരെ ഭയങ്കര തവക്കുലായിരിക്കും. ജോലി പോയാൽ തളരും നമ്മൾ, അല്ലേ? ജോലി നഷ്ടപ്പെട്ടു പോയാൽ തളരാൻ. അല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ.
എന്റെ റബ്ബ് റിസ്ക് നൽകുന്നവനാണ്. ഒരു വാതിൽ അടഞ്ഞു പോയാൽ മറ്റൊരു വാതിൽ, അതിലേറെ വാതിലുകൾ തുറന്നു തരാൻ എന്റെ റബ്ബിന് കഴിയും എന്ന് മനസ്സുകൊണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അതല്ലേ നമ്മുടെ ഈമാൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നമ്മൾ പഠിക്കണം, സർട്ടിഫിക്കറ്റ് വേണം, വിദ്യാഭ്യാസം വേണം, ക്വാളിഫിക്കേഷൻ വേണം, അധ്വാനിക്കണം, ശരിക്കും നമ്മൾ ത്യാഗം ചെയ്യണം. എന്നാൽ വഅലല്ലാഹി ഫത്ഹുൽ അബ്വാബ്, വാതിലുകൾ തുറന്നു തരുന്നത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. അത് സർട്ടിഫിക്കറ്റ് അല്ല ചെയ്യുന്നത്, അത് നമ്മുടെ എംപ്ലോയർ അല്ല, നമ്മുടെ മുതലാളിയല്ല, നമ്മുടെ ഏമനല്ല, ഭരണകൂടങ്ങളല്ല, അല്ലാഹുവാണ് ഓരോരുത്തർക്കും ഭക്ഷണം നൽകുന്നത് എന്ന് മുസ്ലിമീങ്ങളിൽ എത്ര പേര് മനസ്സറിഞ്ഞ് ബോധിച്ചിട്ടുണ്ട്? അപ്പോഴല്ലേ നമ്മുടെ ഈമാൻ ശരിയാവുള്ളൂ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കണമേ. ഹബീബിന്റെ ദർസ് കേൾക്കാൻ വന്ന സ്വഹാബി ഒട്ടകത്തെ കെട്ടിയിടണോ നബിയെ? ഞാൻ കെട്ടിയിടാതെ അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് സദസ്സിലേക്ക് വരേണമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഹബീബ് പറഞ്ഞത്, യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്. ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വാ. കെട്ടിയിട്ട ഒട്ടകമാണെങ്കിലും ഒരു കുട്ടിക്കതിനെ അഴിച്ചുവിടാം, കെട്ടിയിട്ട ഒട്ടകമാണെങ്കിലും അതിന്റെ കെട്ടഴിഞ്ഞു പോകാം. നീ കെട്ടിയിടണം, നിന്റെ വാഹനം പാർക്ക് ചെയ്യണം. അത് ചെയ്യാതെ അള്ളാഹിനെ ഏൽപ്പിക്കുക എന്നതല്ല തവക്കുൽ. അതിനെ തവാക്കുൽ എന്നാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾ തവക്കുൽ ചെയ്യണം, തവാക്കുലല്ല. തവാക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ അള്ളാഹ് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കലാണ്. അതുകൊണ്ടാണ് മദീന പള്ളിയിൽ ദിക്ർ ചൊല്ലാനെന്ന് പറഞ്ഞു ഹലക്ക കൂടിയിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു അവർ ജോലി എടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ കയ്യിലുള്ള വടിയെടുത്ത് പേടിപ്പിക്കുകയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആകാശം സ്വർണവും വെള്ളിയും നാണയങ്ങൾ ഇങ്ങനെ ആകാശത്ത് താഴെ വീഴുമെന്ന് തോന്നുന്നുണ്ടോ? പോയി ജോലിയെടുക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കരുത്, അധ്വാനിക്കണമെന്ന് പറഞ്ഞ് ആ കൂടിയിരുന്ന ചെറുപ്പക്കാരെ ഒരു സംഘം ആളുകളെ ഉമർ എന്നവർ മദീന പള്ളിയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അധ്വാനിക്കണം എന്ന് പറഞ്ഞു. വെറുതെ ആളുകൾക്ക് ഭാരമാവരുത്. അമാ സമിഅ്തും, നിങ്ങൾക്കറിയില്ലയോ, അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, സ്വർണവും വെള്ളിയും നാണയങ്ങളും നോട്ടുകളും ആകാശത്ത് താഴെ വീഴില്ലല്ലോ. അധ്വാനിക്കണ്ടേ? മനുഷ്യർക്ക് മനുഷ്യരുടെ കയ്യിലൂടെയാണ് അല്ലാഹു ഇതിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിന് അധ്വാനിക്കണം. പക്ഷേ അധ്വാനിച്ചാലും അല്ലാഹുവേ കാര്യങ്ങൾ നടത്തിത്തരുന്നത് നീയാണ് റബ്ബേ. ഗുളിക കുടിച്ചാലും അരിഷ്ടം കഴിച്ചാലും മരുന്ന് കഴിച്ചാലും ഏതെല്ലാം ചികിത്സ തേടിയാലും സർജറി നടത്തിയാൽ പോലും അല്ലാഹുവേ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി, പടച്ചവനെ നീയാണ് ഷാഫിയായവൻ, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ നൽകുന്ന ശിഫയല്ലാതെ ശിഫ ഇല്ല റബ്ബേ. ഇതാണ് നമ്മുടെ ഈമാൻ. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ ഡോക്ടറുടെ കയ്യിലും കൊടുക്കല, ഡോക്ടറെ കണ്ട പഠിച്ചവനേത് പഠിച്ചവനാണോ എന്നല്ലേ. ഡോക്ടർമാർക്ക് പോലും അസുഖം വന്നാൽ ആരാണ് ശിഫയാക്കുന്നത്? മരുന്നാണ് ശിഫയാക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. ഡോക്ടറാണ് മരുന്നാണ് ശിഫ നൽകുന്നതെങ്കിൽ എല്ലാ രോഗത്തിനും ഇവിടെ മരുന്നുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം ഒട്ടുമിക്കത്തിനും ക്യാൻസറിന് കുറച്ച് കാര്യങ്ങൾക്ക് കുറവാണ്, അലോപ്പതിയിൽ കുറവാണ്, വേറെ മരുന്നുകളൊക്കെ വേറെ യുനാനിയിലും അല്ലാത്തതിലും ഒക്കെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഏത് രോഗത്തിനും പിന്നെ മരുന്ന് കൊടുത്താൽ രോഗം മാറണ്ടേ? അത് മാറുന്നില്ലല്ലോ. ചില രോഗങ്ങൾ മാറുന്നില്ല. ഡോക്ടർമാരെന്താ പറയാ? ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും. നമ്മൾ മരുന്നൊക്കെ ബ്ലഡിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് വഴി കൊടുക്കുന്നുണ്ട്, പക്ഷേ ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഹാർട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മരുന്നല്ല ഇവിടെ കാര്യം നടത്തുന്നത് എന്ന് ബോധ്യപ്പെട്ടു. മരുന്നാണ് കാര്യം നടത്തുന്നതെങ്കിൽ ഏത് രോഗത്തിനും അതിൻ്റെ മരുന്ന് കൊടുത്താൽ അത് ശിഫയാവണം. അതൊരു കാരണം മാത്രമാണ്, അതൊരു സബബ് മാത്രമാണ്. രോഗികളോട് ചില ഡോക്ടർമാരെങ്കിലും പറയും പ്രാർത്ഥിച്ചോളൂ എന്ന്. എന്താണെന്നറിയോ? ഡോക്ടർമാർക്ക് തിരിയും, അവർക്കറിയും ഞങ്ങൾ ചെയ്യുന്ന ഈ പണിയൊന്നുമല്ല. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കോംപ്ലക്സ്, വളരെ സങ്കീർണമാണ്. മനുഷ്യ ശരീരം വളരെ സങ്കീർണമാണ്.
ഒരു ഞരമ്പ് എവിടെയോ ഒന്ന് വളഞ്ഞു, അല്ലെങ്കിൽ ഒരു ഞരമ്പ് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി, അല്ലെങ്കിൽ ഇച്ചിരി ബ്ലോക്ക് വന്നു, അതുകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നിശ്ചലമാകും. ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. അവനുദ്ദേശിക്കുമ്പോ അതുകൊണ്ട് ശിഫാ റബ്ബാണ് നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. മരുന്ന് കഴിക്കുമ്പോഴും അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. ജോലി ചെയ്യുമ്പോഴും അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. അവർ ബിസിനസ് ചെയ്യുമ്പോഴും എൻ്റെ റബ്ബാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നവരാണവർ. അങ്ങനത്തെ ആളുകളാണ് 70,000-ഓളം ആളുകൾ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ. എനിക്ക് മന്ത്രിച്ചു തരണേ എന്ന് ആവശ്യപ്പെടാത്തവര്. ആവശ്യപ്പെടാതെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റുഖ്യ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വഹാബിമാർ ആവശ്യപ്പെട്ടിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആവശ്യപ്പെടാതെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചില്ലേ? മന്ത്രി ചൂതിയിട്ട് പാമ്പ് കടിച്ച ഒരാൾക്ക് ശിഫ കിട്ടിയ ചരിത്രം ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹുൽ ഹദീസല്ലേ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹും സ്വഹാബികളും ഒരു നാട്ടിലൂടെ പോകുമ്പോൾ ആ നാട്ടുകാർ പിശുക്കന്മാരായിരുന്നു. പിശുക്കന്മാരായ നാട്ടുകാർ. ആ യാത്രക്കാർക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും അവർ കൊടുത്തില്ല. അതെന്ത് ഇസ്ലാമിന്റെ രീതി എന്താണെന്നറിയോ? ഒരു നാട്ടിൽ യാത്രക്കാരെത്തിപ്പെട്ട വെള്ളിപ്പാടിയിലൂടെ ഒരു യാത്രാ സംഘം പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഒരു റോഡ് സംവിധാനങ്ങളൊന്നും അല്ല. ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓരോ നാട്ടിലും ഒരു ക്യാമ്പ് ചെയ്തു പോകും. നമ്മുടെ മഹല്ലിലെത്തിയാൽ ആ യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ്. സക്കാത്തിന്റെ അവകാശികളാണ് യാത്ര തുടരാൻ കഴിയാതെ വിഷമിച്ചു പോകുന്ന യാത്രക്കാർ. വബിനിസ് സബീൽ, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നാട്ടുകാരെന്ത് ചെയ്യണം? അവരവരുടെ നാട്ടിൽ എത്തിപ്പെടുന്ന വഴിതെറ്റിപ്പോവുകയോ യാത്ര തുടരാൻ കഴിയാതെ രേഖകൾ പൈസ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്ന ജെന്യുവിൻ കേസുകൾ, തട്ടിപ്പുകൾ നമ്മൾ മാറ്റിവെക്കുക, അത് എല്ലായിടത്തും ഉണ്ടാവും. ജെന്യുവിനായിട്ടുള്ള ഈ കേസുകളെ ഓരോ മഹല്ലും ഏറ്റെടുക്കണം എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖദർ നബിയുടെയും ചരിത്രത്തിൽ അതാണ് പറയുന്നത്. ആ മതില് മൂസാ നബി അലൈഹി ഇസ്ലാം ഖദർ അലൈഹി ഇസ്ലാം നേരെ വെച്ചപ്പോഴേ മൂസാ നബി ചോദിച്ചില്ലേ, എന്തിനാ ഖദർ നബിയെ നമുക്കൊരു ഒരു അല്പം വെള്ളം പോലും തരാത്ത ഈ നാട്ടുകാരുടെ മതിലൊക്കെ എന്തിനാ നിങ്ങൾ നന്നാക്കാൻ പോയത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മതിലിന്റെ താഴെ കിടക്കുന്ന നിധിയെക്കുറിച്ച് ഖദർ അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതും ആ ചരിത്രങ്ങളൊക്കെ. എന്തേ? ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്ന് അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാം. അബൂ സഈദ് ഖുദ്രി എന്ന സ്വഹാബി നമുക്ക് മറക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടുകാരനായ ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി കേരളത്തിൽ നിന്ന് പോയി നബിന്റെ അടുത്ത് പോയി സ്വഹാബിയായി വന്ന ഒരു സ്വഹാബി ഉണ്ട് നമുക്ക്. ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ എന്ന് പറഞ്ഞ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതാ. കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം കപ്പൽ കയറാൻ വേണ്ടി സലാലയിലെത്തി. സൗദി അറേബ്യയിൽ നിന്ന് ഒമാനിന്റെ ഇങ്ങറ്റം, അന്ന് യമനിന്റെ ഭാഗമാണ് സലാലയിലെത്തി. സലാലയിൽ നിന്ന് നേരെ കടൽ മുറിച്ചു കടന്നാൽ ബോട്ട് എത്തുന്നത് കോഴിക്കോടടുത്ത് പയ്യോളിയിലാണ്. അങ്ങോട്ട് വരന്റെ ബോട്ടിൽ കയറി കേരളത്തിലേക്ക് വന്ന് ഞാൻ ദഅവത്ത് ചെയ്യട്ടെയോ എന്ന് നബി തങ്ങളോട് സമ്മതം ചോദിച്ചു പോരുമ്പോഴാണ് മഹാനവറുകൾക്ക് രോഗം ബാധിക്കുന്നതും സലാലയിൽ വെച്ച് വഫാത്താകുന്നതും. മഹാന്റെ ഖബർത്ത സലാലയിലുണ്ട്, ഒമാനിലുണ്ട്. ഇവിടെ പോയ ആളുകൾക്ക് കാണാൻ കഴിയും. താജുദ്ദീൻ തങ്ങൾ മഹാനവറുകൾ നബി തങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ സഈദ് അൽ ഖുദ്രി തങ്ങളാണ്. ഈ സ്വഹാബിയാണ് മന്ത്രി ചൂതി കൊടുത്ത റുഖിയയുടെ ചരിത്രം പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അങ്ങനെയാണ്. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ സയ്യിദുൽ ഖൗം, ആ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ടായിരുന്നു, തേളുകുത്തിയിരുന്നു. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങള് ആരെങ്കിലും മന്ത്രി ചൂതുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറഞ്ഞു, ആ ഉണ്ട്. ഞങ്ങളുടെ പാമ്പ് കടിയേറ്റ് കിടക്കുന്ന ഞങ്ങളുടെ ഗോത്ര നേതാവിനൊന്ന് മന്ത്രി ചൂതി കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവര് കാഫിറുകളാണ്. ഈ മസ്അല വെച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ അടക്കം ആലിമീങ്ങൾ, മുഹദ്ദിസുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യും. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് മന്ത്രി ചൂതി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്നാണ്, ജായിസാണെന്നാണ്. കാരണം അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ ചെയ്തു കൊടുത്തത് കാഫിരീങ്ങൾക്കാണ്.
അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്തായാലും പിശുക്കന്മാരാണ്, ഞങ്ങൾക്ക് വഴിയാത്രക്കാരൻ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്കൊരു കൂട്ടം ആടുകൾ, ഒരു 8-10 ആടുകളെങ്കിലും നിങ്ങൾ തരുമെങ്കിൽ ഞങ്ങൾ ഊതിത്തരാന്ന് പറഞ്ഞത്. അതൊരു നിർബന്ധ സാഹചര്യം കൊണ്ട് പറഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കും അങ്ങനെ കണക്ക് പറയുകയോ അല്ലെങ്കിൽ കാശ് നിർബന്ധിക്കുകയോ ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത് എന്നാണ് ദീനിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്. ഹദിയ തന്നാൽ സ്വീകരിക്കാം, പക്ഷേ ഇത്ര പൈസ തന്നാലേ നിങ്ങളുടെ സിഹർ ഒഴിവാക്കണമെങ്കിൽ 10 ലക്ഷം ചെലവാകും. യാ അല്ലാഹ്, എവിടെ നിന്നാണ് ഈ 10 ലക്ഷത്തിന്റെ കഥ വരുന്നത്? 5 ലക്ഷം ചെലവാകും, 1 ലക്ഷം ചെലവാകും, 50,000 ചെലവ് പല കഥയും പറയും. അത് അവിടുത്തെ കുട്ടിയെ കൊടുക്കുക, എവിടെ കൊടുക്കാണ്? പച്ചയുടെ കുലൂന അംവാലന്നാസി ദുൽമൻ വബുഹ്താനൻ. മനുഷ്യന്മാരുടെ പൈസ ഊറ്റിയെടുത്തിട്ട് സാധുക്കളല്ലേ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കും ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ശർറിന്ന് കാത്തുരക്ഷിക്കട്ടെ. കാരണം ഇത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്യുമ്പോൾ അള്ളാഹു തരുന്ന റബ്ബിന്റെ ഒരു ഫضലാണിത്. ഇത് ഖുർആന്റെ ഫضലാണ്. പുണ്യ നബി തങ്ങളുടെ വായിലൂടെ തങ്ങൾ പഠിപ്പിച്ചു തന്ന അദ്കാറുകളുടെ ദുആഇന്റെ ഫضലാണിത്. സ്വാലിഹായ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളായ അവരുടെ അമലു സ്വാലിഹാത്തിന് അള്ളാഹു നൽകുന്ന ഒരു കറാമത്താണിത്. അതൊരിക്കലും വിലപേശാനുള്ളതല്ല. പക്ഷേ ഒരു മനുഷ്യൻ അങ്ങനെ ഉപകാരം ചെയ്തു തരുമ്പോൾ, നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അയാൾക്കൊരു ഹദിയ നമ്മൾ കൊടുക്കുന്നത് ഒരു മാന്യതയാണ്. അങ്ങനെയല്ലോ, ഒരാൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു റുഖിയ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇവിടുന്നോ വണ്ടി വിളിച്ചു വന്നു, എന്നാ ശരി ഉസ്താദെ വളരെ റാഹത്തായി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വേദന, റബ്ബേ എത്ര പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ ഈ വന്നത്, ഒരു 5 പൈസ പോലും ഇതാ പിടിച്ചോളൂ നിങ്ങൾക്ക് ചെലവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് തന്നില്ലല്ലോ. ഒരു മനുഷ്യന്മാരല്ലേ, അവരുടെ ജബറുൽ ഖാത്തിർ, അവരുടെ മനസ്സിന് വേദന വരാതിരിക്കാൻ ഹദിയ നമ്മൾ കൊടുക്കണം, മാന്യമായത് കൊടുക്കണം, അവർക്ക് അർഹിക്കുന്നത് കൊടുക്കണം. പക്ഷേ ഡിമാൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. അബൂ സഈദ് ഖുദരി തങ്ങൾ നിർബന്ധിതമായിരുന്നു. കാരണം അവർ പട്ടിണി കടന്നുപോയി. പട്ടിണിയിലാണ് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞതാണ് മഹാനവറുകൾ. എന്നിട്ട് മഹാനവറുകൾ ഈ കാഫിറായ മനുഷ്യൻ പാമ്പ് കടിയോ തേളോ കടിച്ചിട്ട് വിഷം ദേഹത്ത് കയറി കിടക്കുമ്പോ, ബോധമില്ലാണ്ട് കിടക്കുമ്പോ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. 3 ഔ 7, 2 അഭിപ്രായങ്ങളും. 3 പ്രാവശ്യം 3 ഫാത്തിഹ ഓതി, അല്ല 7 ഫാത്തിഹ ഓതി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ 7ാമത്തെ ഫാത്തിഹ അങ്ങ് ഓതി കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ എഴുന്നേറ്റു. ആടുകളെയും കൊണ്ടാണ് പിന്നെ അവർ മദീനത്തേക്ക് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അടുത്ത് പോയിട്ട് തങ്ങളോട് പറഞ്ഞു, പൊന്നാര നബിയെ, സഹാബികൾ പറഞ്ഞു, എടുക്കണ്ട, ആടിനെ തുടരുത്. അവരാരും അതിന്റെ പാല് കുടിച്ചില്ല, അവരാരും അതിന്റെ മാംസം കഴിച്ചില്ല, മദീനെത്തുന്നവരെ അവർ തൊട്ടില്ല. അതാണ് സ്വഹാബത്തിന്റെ രീതി. നോക്കണം, അവർ ചോദിച്ചു, ശരിയാണ്, അവർക്ക് ആവശ്യം. സ്വഹാബികൾ പറഞ്ഞു, നമുക്കിത് പറ്റുമോ? നമുക്കത് എടുക്കാൻ പറ്റുമോ? പുണ്യനബി തങ്ങളിത് പൊരുത്തപ്പെടുമോ? തങ്ങൾക്കിത് ഇഷ്ടമാകുമോ? എന്നാ പിന്നെ മദീനയിൽ ചെന്നിട്ടാവാം. അങ്ങനെ മദീനയിലെത്തി പുണ്യനബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇങ്ങനെ സംഭവിച്ചു നബിയെ, ഞങ്ങൾ അവരോട് ഡിമാൻഡ് ചെയ്തു, ഞങ്ങൾ അവർക്ക് ഇതാ കുറച്ച് ആടുകളെ തന്നു. തങ്ങൾ പറഞ്ഞു, വമാ അദ്റാക അന്നഹാ റുഖിയ. അബൂ സഈദ് അൽ ഖുദരി, നിങ്ങൾ ചെയ്തത് റുഖിയയായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് മനോഹരമായിരിക്കുന്നുവല്ലോ. വദ്രിബൂ ലീ മിൻഹാ സഹമാ. നിങ്ങൾക്ക് കിട്ടിയ ഹദിയയിൽ, ആ ഓഹരിയിൽ എനിക്കും ഒരു ഓഹരി തന്നോളൂ, നിങ്ങളത് മാംസമായി കഴിക്കുമ്പോൾ 2 കഷ്ണം ഞാനും കഴിച്ചോളാം എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കാൻ നിബിതങ്ങൾ തങ്ങൾക്കും തന്നോളൂ എന്ന് നിബിതങ്ങൾ പറഞ്ഞുവെന്നാണ് സ്വഹീഹുൽ ബുഖാരിയുടെ റിവായത്ത്. അത് മന്ത്രിച്ചൂതി കൊടുത്തപ്പോൾ ഒരു മനുഷ്യന്റെ വിഷമിറങ്ങി എന്ന് പറയുന്ന ഹദീഥാണ്. ഇത് ബുഖാരി അല്ലെങ്കിൽ വൈഫാണെങ്കിലും വാക്കിലൊരു പറയുമായിരുന്നു, അല്ലെങ്കിൽ കെട്ടുകഥയാണെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീഥാണ്. ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട്, ദുആ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ വായിലൂടെ ചെയ്യുന്ന നഫസ് കൊണ്ട്, ഊതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കുന്നുണ്ട് എന്നത് ദീനിൽ മുജറബുൻ മഅലൂം, ദീനിൽ അറിയപ്പെട്ട വിഷയമാണ്. അത് മുജറബാൻ, അനുഭവമുള്ള വിഷയമാണ്, ആർക്കും നിഷേധിക്കാൻ പാടുള്ളതല്ല, അതുള്ള വിഷയമാണ്. അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹില. ജാഹിലിങ്ങൾക്ക് ഇത് പറയില്ലായിരിക്കാം, അത് ഉള്ളതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ വമാ യുദ്രീക അന്നഹാ റുഖിയ ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ. മഹാനായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്-സുലമി അൽ-കൂഫി തങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് വരാം. രാത്രികാലത്ത് ഉണർന്നിരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഉണർന്നതായിരുന്നില്ല,
ആ വാൽനക്ഷത്രം അടർന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷേ ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല, നിസ്കരിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കല്ലേ. ഞാനെന്ന് തേളുകടി കൊണ്ട് വിഷമിച്ച് വേദനിച്ചിരിക്കുമ്പോഴാണത് ചെയ്തത്. നിങ്ങൾ എന്തു ചെയ്തു എന്ന് സഈദ് തങ്ങൾ ചോദിക്കുമ്പോഴേ ഞാൻ റുഖിയ ചെയ്തു, മന്ത്രിച്ചൂതി. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അദ്കാർ കൊണ്ടും ഞാൻ ശിഫാഇനെ തേടി എന്ന് പറഞ്ഞു മഹാനവറുകൾ. എന്നിട്ട് തെളിവ് പറഞ്ഞു, എവിടുന്നാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ മഹാനവറുകൾ ഹദീസ് പറഞ്ഞു കൊടുത്തു. മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹു, ബുറൈദത്ത് ബിൻ ഹസീബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ റിവായത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ. ഏറ്റവും നല്ല റുഖിയ കണ്ണേറ് സംഭവിക്കുമ്പോൾ ചെയ്യുന്ന റുഖിയയാണ്. കണ്ണേറ് ഇംഗ്ലീഷുകാരൻ അതിന് ഈവിൾ ഐ എന്നാ വിളിക്കുക. ഈവിൾ ഐ, ബാഡ് ഐ, ഈവിൾ ഐ എന്ന് പറയും. ചില നാട്ടിലൊക്കെ ചില സാധനങ്ങളുണ്ട് ഈവിൾ ഐ എന്നൊരു ബ്ലൂ ഗ്ലാസിന്റെ ഒരു സാധനം, ഒരു കണ്ണ് പോലെ, അത് തൂക്കിയിട്ടാ കണ്ണേറ് പോകുന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ലവനിച്ചങ്ങ് തുർക്കി പോയപ്പോൾ കണ്ടില്ലേ അവിടെ? ആ ഷാഖുസ് അവിടെ ഉണ്ടല്ലോ, തുർക്കിയിൽ ചില സ്ഥലത്തൊക്കെ ടൂറിസ്റ്റുകൾ മരത്തിൽ മുഴുവൻ തൂക്കിയിട്ടുണ്ടാവും. അതിനെന്ത് പേരുണ്ടോ സാർ? എന്ത് ഈവിൾ ഐ എന്നൊരു പറയല്? ഒരു നീലയും വെള്ളയും കളറൊക്കെ ഉണ്ടാവും, കറുപ്പൊക്കെ ഉണ്ടാവും, ഒരു കണ്ണുപോലൊക്കെ തോന്നും കണ്ട ഒരു വട്ടത്തിൻ്റെ ചെറിയ സാധനം. അതിങ്ങനെ ഒരു കയറിട്ടിട്ട് ഒരു മരം നോക്കി മുഴുവൻ ഈ സാധനമായിരിക്കും. അപ്പോൾ ചോദിക്കും, എന്ത്? കണ്ണേറ് പോകാൻ വേണ്ടി വാങ്ങിച്ച് കെട്ടുന്ന സാധനമാണ്. ഏതോ മരത്തിന് പോയി കെട്ടി അവർ കണ്ണേറിനെ തടുക്കാൻ വേണ്ടി ചെയ്യുന്ന അന്ധവിശ്വാസികൾ, അറിയാത്തവർ ഏതോ ജാതിയും അതൊക്കെ ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ സാധനം ബസ്സുമ്മ തൂക്കി വെക്കും, കാറിൽ തൂക്കി വെക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഐന് സത്യമാണ്, അതുള്ളതാണ്. വെള്ളിപ്പാടിയിലുണ്ടോ അങ്ങനെ കണ്ണേറുള്ളവര്? കണ്ണേറുള്ളവരെ പോയി മയ്യത്ത് നിസ്കരിക്കാനാണ് പരിപാടി. അതില്ലാത്തതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലേ. ഏതെങ്കിലും കണ്ണേറുള്ള ആൾ പള്ളിയിലൊക്കെ വെറുതെ ഉറങ്ങി കിടക്കും, ബാക്കിൽ പോയിട്ട് അല്ലാഹു അക്ബർ, അവസാനത്തെ തക്ബീറും പോലും ഉണരും ചെയ്യും. അത് അത്ഭുതം. അങ്ങനെ മുഴുവൻ നിസ്കരിച്ച ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അപ്പോഴേക്കും മൂപ്പര് ഉണരും, ഇവരൊക്കെ അടിയും കിട്ടും. ജീവിച്ചിരിക്കുന്ന എനിക്ക് മയ്യത്ത് നിസ്കരിക്കുകയെന്ന് ചോദിച്ചിട്ട്. അപ്പം അത് ആരോ പറഞ്ഞെങ്ങനെയോ വർത്തിച്ചാന്ന് തോന്നുന്നുണ്ട്. അതിന് അസുലില്ല എന്നാ കേൾക്കാറ്. അല്ലാഹു അലൈഹി, അസുലെല്ലാം ഉണ്ടെങ്കിൽ തിരുത്തി തരണേ. അങ്ങനെ സംഭവമില്ല. കണ്ണേറുള്ള ആളുകളെ കൊണ്ട് ഒതുവെടുപ്പിക്കും. ഞാനൊരു സംഭവം പറയാം, ഹദീസ് പറയാം. അവരെ കൊണ്ട് ഒതുവെടുപ്പിച്ചിട്ട് അവരുടെ ഒതുവിന്റെ വെള്ളം ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരോട് കുളിക്കാൻ വേണ്ടി പറയും, ഒരു പാത്രത്തിൽ ഇരുത്തിയിട്ട് കുളിക്കുക. ആ കുളിച്ച വെള്ളം എടുത്ത് കണ്ണേറ് കൊണ്ട് ആളെ തെളിക്കുക. അല്ലെങ്കിൽ അവർ കുടിച്ചതിന്റെ വെള്ളം അല്ലെങ്കിൽ ചായയോ പാനീയമോ കുടിച്ചതിന്റെ ബാക്കി കണ്ണേറ് കൊണ്ടവനെ കൊണ്ട് കുടിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അവരുപയോഗിച്ച വസ്ത്രമോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം തെളിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കണ്ണേറ് കൊണ്ടവർക്ക് ശമനം കിട്ടുമെന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തൊരു സംഭവം പറയാം. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണിത്. മഹാനായ സഹ്ൽ റളിയല്ലാഹു തആല അൻഹു, സഹ്ൽ ഇബ്നു ഹുനൈഷ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അന്ന് കണ്ണേറുള്ള ഒരു കണ്ണനുണ്ട്. അയാളുടെ പേര് ആമിർ ഇബ്നു റബീഅ എന്ന. മൂപ്പര് എന്ത് നോക്കി പറഞ്ഞാലും കൊള്ളും. അങ്ങനെ സംഭവം, ഭയങ്കര സംഭവമാണത്. ഒരു വണ്ടിയൊക്കെ ഒരാൾ എടുത്തിട്ട്, ഓ നല്ല വണ്ടിയാണല്ലോ, എപ്പോഴേതൊക്കെ പുറത്തെടുത്ത് പുതിയാപ്പിള ഇറങ്ങിയ പോലെ ഉണ്ടല്ലോ, ആ പോക്ക് കുത്താനായിരിക്കും പോയിട്ടുണ്ടാവുക. അന്ധവിശ്വാസം എന്ന് നമ്മൾ ഇതിനെ പറയേണ്ടതില്ല, അങ്ങനെ ഉള്ള സംഭവമാണ്. ഇത് സയൻസിന് വ്യാഖ്യാനിക്കാൻ കഴിയൂല. എങ്ങനെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, കണ്ണുന്നൊരു പ്രത്യേക രശ്മികൾ അവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ആത്മീയ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ കാണാത്തൊരു ലോകം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ബോധിക്കണം. ആദ്യമത അർവാഹികളുടെയും ഷയാത്തീനിന്റെയും ജിന്നുകളുടെയും സാന്നിധ്യമുള്ള ലോകമാണിത്. ആമിർ ഇബ്നു റബീഅ കണ്ണുള്ള ആളാണ്. കണ്ണുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ബാറക്കല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയേണ്ടവരാണ്. ഏതൊരു നല്ല കാര്യം കാണുമ്പോഴും ബാറക്കല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടേ പിന്നെ തുടങ്ങാൻ പാടുള്ളൂ. ഇതിന് അത്ഭുതം എന്താ വെച്ചാൽ, ഈ ഉള്ളവർക്ക് അത് ആ നേരത്തെ ഓർമ്മ ഉണ്ടാവില്ല. അവരങ്ങ് പറയും, പിന്നെ ആയിരിക്കും സംഭവിക്കുക. എത്ര ചില നാട്ടിലൊക്കെ പേര് കേട്ട ഉമ്മാരുണ്ടാവും, ഉപ്പാരുണ്ടാവും. ആ വഴിക്ക് വരികയാണെങ്കിൽ മുഖം പൊത്തി ഓടേണ്ടി വരും. എന്തെങ്കിലും പറയും, പറയാണ്ടിരിക്കാൻ അവരെ കൊണ്ട് പറ്റൂല. പറഞ്ഞോ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവൂലേ? ഉണ്ടോ? നല്ല രസമല്ല കുറെ. നമ്മൾ ഉസ്താദ് പറയായിരുന്നു, പാറ പൊട്ടിച്ചിട്ട് പൊട്ടാഞ്ഞിട്ടേ
കണ്ണേറിലൊരുത്തനെ കൊണ്ടുവന്ന് നോക്കി പറയിപ്പിച്ചു എന്നാ. എന്താ ഇപ്പൊ ഇതിങ്ങനെ കമ്പിളിയും പോച്ച കിടക്കണെന്ന്, ക്രാക്ക് വന്നു എന്ന് പാറക്ക്. സുബ്ഹാനല്ലാഹ്, ഒരു വാക്ക് പറയിക്കുകയാണത്. പല പല രാജ്യങ്ങളിലുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷുകാർക്കും അവർക്കൊക്കെ വിശ്വാസമുള്ള സംഗതിയായി കണ്ണേറുന്ന സംഭവം. ഇതെല്ലാവരും ഒരു യൂണിവേഴ്സൽ ഫിനോമിനനാണ്. അത് ആർക്കുണ്ട്, എൻ്റെ വാക്ക് കണ്ണേറായി മാറുന്നുണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല. പക്ഷെ ചില അനുഭവങ്ങളിൽ ഉണ്ടാകും അങ്ങനെ. ചില ആളുകൾ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ആയിപ്പോയി. ചില ആളുകൾ വീട്ടിൽ കയറിയിറങ്ങിപ്പോയാൽ പിന്നെ ആ വീട്ടുകാർക്ക് ഊരവേദനയും തലവേദനയും എണീക്കാൻ പറ്റൂല, അവിടെ കിടന്നു പോകും. പിന്നെ അതിന് റുഖിയ ചെയ്തെങ്കിലേ എണീക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ ഈ പാലുകാച്ചല് കുറ്റൂസ എന്നൊക്കെ പറഞ്ഞ ഹൗസ് വാമിങ് പരിപാടി? ഉസ്മാൻ എവിടെ എന്താ പറയില്ല ഇതിന്? വീട് കുടിയാകുന്നതിന്, കുടിയാകുന്നതിനല്ലേ, പൊര കുടിയാകുക. മലപ്പുറത്തൊക്കെ കുറ്റൂസ എന്നൊക്കെ പറയാറുണ്ട്. പൊര കുടിയാവുക എന്നറിയില്ലേ? പൊര കുടിയാവുന്ന അന്നേ ആ വീട്ടുകാർക്ക് ഒരാഴ്ച 2 ആഴ്ചക്ക് എണീക്കാൻ പറ്റാറില്ല. മരുന്നൂർ വീട്, ഓ എന്ത് രസമുള്ള വീടല്ലേ, എന്താ ഭംഗി, എന്താ സോഫൻ്റെ ഒക്കെ സുഖം, അടുക്കള എന്തൊരു രസമല്ല അടുക്കള എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് ഈ സാധുക്കൾക്ക് കണ്ണുകൊണ്ടുപോകും. ഒരു മാഷാ അല്ലയോ തബാറക്കല്ലയോ പറയൂല. അതാണ് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു പരിപാടി. ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞു. ഞാൻ വെറുതെ സാന്ദർഭികമായിട്ട് പറയാണ്, ഇത് നമ്മുടെ വിഷയമല്ല. ഈ പൊര കൂടിയിരിക്കുന്ന സമയത്ത് പൊരൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾ അസൂയ വെക്കുകയാണ്. ഒരു മനുഷ്യന്റെ വീട് കേടാക്കി കൊടുക്കുക. എന്താ നമുക്ക് ചെരുപ്പഴിച്ച് കയറിയാൽ വല്ല കുഴപ്പമുണ്ടോ? പള്ളിയിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ കയറി ആയിരക്കണക്കിന് ചെരുപ്പ് പുറത്തുണ്ടാവുന്നില്ലേ, വല്ല കുഴപ്പമുണ്ടോ? ഒരു വീട്ടിലൊരു മനുഷ്യൻ പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി നിങ്ങൾ വരിൻ എൻ്റെ വീട് കണ്ടോളി എന്ന് പറഞ്ഞ് ചോറും തന്നിട്ട് സൽക്കരിക്കുക. എന്നിട്ട് ആ ചളിയിലെ ഷൂട്ട് കുട്ടികൾ കയറുന്നു, പെണ്ണുങ്ങൾ പിന്നെ പറയണ്ട. ഓർക്ക് ആ ചെരുപ്പ് എന്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് പോലെ അങ്ങോട്ട് മേലെ കയറുന്നു, താഴെ ഇറങ്ങുന്നു, ബെഡിൽ കയറി ഇറങ്ങുന്നു. കുട്ടികൾ ഷൂട്ട് ചാടി ഇറങ്ങും. ഒരു ഉമ്മയുടെ വായുന്നു, മോനെ ചവിട്ടല്ല മോനെ, ആ ബെഡ്ഷീറ്റ് കേടാവും, മണ്ണാണ്. സ്വന്തം മക്കളോട് പറയാൻ തോന്നുന്നില്ല, എന്തേ ആരാന്റെ വീടാണ് ആയിക്കോട്ടെ എന്ന്. എന്താണ് പടച്ചോനെ, വല്ലാത്ത മനുഷ്യന്മാർ. അസൂയ എന്നല്ലേ ഇതിന് പറയാ. ആ പൊരക്കാരൻ നിങ്ങളോട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, പൊരക്കാരൻ നിങ്ങളോട് ചെരുപ്പിട്ട് കയറല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബഹിഷ്കരിക്കും അല്ലേ? ആ പൊരക്കാരന്റെ പരിപാടി അങ്ങോട്ട് കൊളാവും. മിണ്ടാൻ പറ്റൂല, നെഞ്ചു പൊളിയിലുണ്ടാവും. ഞാൻ കയറി ചെല്ലിനടുത്ത് പറയാറുണ്ട്, പൊന്നാര മക്കളെ ചെരുപ്പഴിച്ചിട്ട് കയറ്. എന്നോട് പറയും ചെരുപ്പിട്ടോ. ഞാൻ പറഞ്ഞു ചെരുപ്പിടൂല. നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഈ മണ്ണുമായിട്ട് ഒരു മനുഷ്യൻ വൃത്തിയാക്കി വെച്ച വീട് നമ്മൾ വൃത്തികേടാക്കി കൊടുക്കേ? എത്ര പ്രയാസം ഉണ്ടാകും ആ കാർപ്പറ്റൊക്കെ എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ. ആ റൂമിൽ ആർക്കെങ്കിലും മുസല്ല വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫർമാരുണ്ട്, ഷൂട്ടിട്ട് ഇങ്ങനെ കൂളായിട്ട് ചവിട്ടി ആ കാലിൽ മൊത്തം ചളിയേരി. എനിക്ക് ദേഷ്യം വരാറുണ്ട്, സത്യം പറയട്ടെ. ആരുടെയൊക്കെയോ പറയാണ്, എന്നാലും എൻ്റെ മനസ്സ് വേദനിക്കും. പടച്ചവനെ, ഒരു മനുഷ്യൻ പൈസ ചെലവാക്കി വൃത്തിയാക്കിയിട്ടേ നമ്മളെ കുട്ടികളൊക്കെ കൂളായിട്ട് ചെരുപ്പിട്ട് കയറുക. ദയവ് ചെയ്ത് ആരും ചെയ്യരുത്, ദയവ് ചെയ്ത്. ഇതൊരു അസൂയയാണ്. എന്നിട്ടുണ്ട് ആ ചെരുപ്പം കൊണ്ടൊരു നൃത്തം ചുമരുമേ. ആ ഷൂവിന്റെ പ്രിന്റ് ഇങ്ങനെ ചുമരുമ കാണും. മഴക്കാലത്താണെങ്കിൽ പറയും വേണ്ട. വൃത്തികേടാക്കി അസൂയ കാണിക്കുക ചെയ്യരുത് മുഅ്മിനീങ്ങളെ. ഒരു വീട് നമുക്ക് വൃത്തിയാക്കാൻ കഴിയില്ല, എന്ന് വൃത്തികേടാക്കാതിരുന്നൂടെ? അതുകൊണ്ട് വീടുകൾ അസൂയപ്പെടുന്ന സ്ഥലമാവരുത്. ആ വീട്ടുകാരന് ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇത്ര നല്ല വീടുണ്ടാക്കാൻ ദുനിയാവിൽ സൗകര്യം ചെയ്തു കൊടുത്ത പോലെ നാളെ ആഖിറത്തിൽ നീ സ്വർഗത്തിൽ വീട് കൊടുക്കണമേ എന്നാലേ നമ്മൾ ദുആ ഇരക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാർക്കൊരു വീടുണ്ട്, നമുക്കുണ്ടായില്ല. പടച്ചോനെ, എനിക്കും തന്നൂടെ റബ്ബേ ഒരു വീട് ഇതുപോലെ, എനിക്കും തരയണമേ. എൻ്റെ കൂട്ടുകാരന്, എൻ്റെ നാട്ടുകാരന് നീ കൊടുത്ത പോലെ എന്ന് മനസ്സുകൊണ്ട് സ്നേഹത്തോടെ ദുആ ചെയ്തു കൊടുക്കണം വീട്ടുകാർക്ക്. അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് കണ്ണുകൊള്ളും, ആ വീട്ടുകാർക്ക് ക്ഷീണം വരും. കണ്ണേറിന്റെ ഐനിന്റെ ഇസ്വാബത്ത് കൊണ്ട് അവർ വലിയ പ്രയാസത്തിൽ. അവർക്ക് അറിയില്ല, ഡോക്ടർമാർ പറയും ഒക്കെ ഓക്കെയാണല്ലോ, ബ്ലഡ് പ്രഷർ ഒക്കെയാണ്, ഷുഗർ ഒക്കെയാണ്, കൊളസ്ട്രോൾ ഒക്കെയാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പം കാണുന്നില്ല. ആൾക്ക് എണീക്കാൻ പറ്റൂല. കണ്ണുകൊണ്ടിട്ട് സംഭവിച്ചു പോകുന്ന ഈ ഹദീസിലേക്ക് നമ്മൾ വരികയാണ്. അതിനിടക്ക് ബക്കറ്റ് പിരിവുണ്ടെന്ന് പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്, വെള്ളിപ്പാടിയിൽ അങ്ങനെ ഉണ്ടല്ലേ? മാമൂലെ വെറുതെ എന്തിനാ സുമാൻ വെറുതെ? സുമാൻ പറഞ്ഞു, നമ്മുടെ ഗൾഫിൽ നിന്നുള്ള സഹോദരങ്ങളൊക്കെ കൂടി 10,000 വെച്ച് എടുത്തിട്ടാണ് അത്രേ. മാഷാ അല്ലാഹ്, ഈ ഒരു സൗകര്യത്തിലൊക്കെ വെള്ളിപ്പാടിയെ എന്താ പറയാ, ഇതിന് വെള്ളിപ്പാടി എന്ന് പറഞ്ഞ പോലെ വലിയ പാടിനല്ലേ, പൊന്നുപാടി മാറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടം പ്രവാസികളുടെ
കൂട്ടായ്മയാണ് ഇതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഊണുറക്കില്ലാതെ എല്ലാ മുക്കിലും മൂലയിലും ഓടിച്ചാടി പ്രവർത്തിച്ച് ഒരുപാട് മുതിർന്നവരും യുവാക്കളും കുട്ടികളൊക്കെ ഉണ്ട്. മാഷാ അള്ളാഹ്, അവർക്ക് വഴികാട്ടികളായി നിന്ന് നമ്മുടെ കാരണവന്മാർ, ഇതിൻ്റെ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദൽമ അബ്ദുസാഹിബ് അടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം ദുആയിരക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്നാൽ ചെലവുണ്ടാകും. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഉസ്മാനെ വെല്ലിപ്പാടി ചെറിയ നാടല്ലേ, ഞാൻ വരുമ്പോൾ എനിക്ക് നല്ല സൗണ്ടുള്ള മൈക്ക് സെറ്റ് നമ്മളിപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് പറ്റുന്നില്ല, സംസാരിക്കാൻ ടയേർഡായി പോവാണ്. അപ്പോൾ എല്ലാ മൈക്കക്കാരെയും കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ നമ്മൾ കൊണ്ട് സമയമില്ല. ഒരു പരിപാടി കൊള്ളായ പിന്നെ ഡേറ്റ് ഇല്ല തരാൻ. അപ്പോൾ പരീക്ഷിക്കാൻ നേരല്ലോ ഉസ്മാനെ, നമുക്ക് ഇന്ന സെറ്റ് കാര്യങ്ങൾ വിളിക്കേണ്ടി വരും, പറ്റുമോ? വിളിക്കാം. ഉസ്മാനടുത്ത് പൈസ ഉണ്ടോ? അതൊക്കെ റെഡിയാക്കാം ഉസ്താദേ. ഞാൻ ഉസ്മാനെ അവിടെ ഒരു തർക്കം വരരുത്. ഉസ്താദ് വന്നിട്ട് ഇത്ര ചെലവുണ്ടായി, ഉസ്താദ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ നഷ്ടം പറ്റി എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ എനിക്ക് പൊരുത്താവില്ല. എല്ലാവർക്കും സമ്മതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് പറഞ്ഞു, ആലോചിക്കാനില്ല, ഉറപ്പാണ് ഞങ്ങൾ നടത്തുന്നു. എന്താ ചെയ്യും, ഞാൻ കുറേ പറഞ്ഞു നോക്കുന്നു ഒഴിവായി കിട്ടാൻ ഉസ്മാൻ വിടണ്ടേ. അങ്ങനെ നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് അവരാണ് അതിന് എന്താണോ ചെലവ് വരുന്നത് ആ ചെലവൊക്കെ ഞങ്ങൾ വഹിക്കാം, പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ റാഹത്തിൽ പൊരുത്തത്തോടുകൂടെ ഉണ്ടാക്കിയ പരിപാടിയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇതിനെ സഹായിച്ച നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പ്രവാസികൾ, അവരുടെയൊക്കെ കച്ചവടത്തിലും ജോലിയിലും ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ നിന്നും ദുബൈയിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അവരുടെയൊക്കെ എല്ലാം ഒമാനിൽ നിന്നൊക്കെ വന്നവരുടെയൊക്കെ എല്ലാ ഏർപ്പാടുകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ, വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യട്ടെ. അള്ളാഹുക്ക് വേണ്ടി ചെയ്ത വലിയ സേവനമായി അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകം ദ്വാരക്കാണ് ജുനൈദ് അമാനി, നജീബ്, ഷഫീർ, ഷാക്കിർ, പിന്നെ സാദിഖ്, റഫീഖ്, അഞ്ചു, മാഹിൻ, ജുനൈദ് റോയൽ, സഫാസ്, ജുനൈദ് അർഹം അല്ലേ, നിസാർ ബി എം, ഫാറൂഖ് ബി കെ, ഉസ്മാൻ ബി കെ, ഷാജഹാൻ ബി കെ, ഹൈദർ ബി കെ, മുഹമ്മദ് ചൊട്ട, അങ്ങനെയാണോ പറയല്, അഹമ്മദ്, ഇർഷാദ്, സിദ്ദീഖ് അഹമ്മദ്, റഹീസ്, മുനീർ ബി എം, മുഹീസ്. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ പ്രിയങ്കരനായ മാങ്ങാട് മുനീർച്ചൻ്റെ പേരും കൂടെ ഇതിൽ പറയേണ്ടതുണ്ട്. മുനീർച്ചയെ ദുബൈയിൽ നിന്ന് ഉസ്മാൻ വിളിച്ചു വരുത്തിയതാണ്. മുനീർച്ച നിങ്ങളും പരിപാടിക്കുന്നുണ്ട്. ദുബൈയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന മുനീർച്ച ഈ പരിപാടിക്ക് നമ്മുടെ ഉസ്മാൻ്റെ വലിയ ചങ്ങാതിയാണ്, എൻ്റെയും വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ മാങ്ങാട് നിന്ന് കളനാട് നിന്ന് മുനീർച്ച ഇവിടെ എത്തി. മാഷാ അള്ളാഹ്, അവരൊക്കെ ഇതിനോട് സഹകരിച്ചവരാണ്. അള്ളാഹു അവർക്കൊക്കെ എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകട്ടെ. പേര് പറഞ്ഞെന്ന് വിചാരിച്ച് പറയാത്തവർക്ക് ബേജാറായി പോവരുതേ. പിന്നെ ഉസ്മാനത്തിൻ്റെ പേര് ഉനൈസ് പുതുക്കൊള്ളി, സിദ്ദീഖ് ഖത്തർ. മാഷാ അള്ളാഹ്, ഈ പേര് പറയാതെ വിട്ടുപോയെങ്കിലും അള്ളാഹുവിനറിയാം പേരുകൾ. അങ്ങനെയാണ് നഹാവന്ത് യുദ്ധം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു സഅദ് എന്നവരോട്, സഅദേ ആരൊക്കെയാണ് ഷഹീദായത്? അപ്പൊ സഅദ് എന്നവർ പേരിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇനി ആരെങ്കിലും ഉണ്ടോ? കുറെ പേര് വീണ്ടും, ഇനി ആരെങ്കിലും ഉണ്ടോ? വീണ്ടും പേര് പറഞ്ഞു. പിന്നെ ആരൊക്കെയാ ഷഹീദായത്? സഅദ് എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ثم أناس لا أعرفهم. എനിക്ക് പേര് പറഞ്ഞു തരാൻ കഴിയാത്ത വേറെയും ഒരുപാട് ആളുകൾ ശുഹദാക്കളായിട്ടുണ്ട്. അപ്പോൾ ഉമർ എന്നവർ കണ്ണിന്നിങ്ങനെ കണ്ണുനീര് വാർത്തുകൊണ്ട് പറഞ്ഞത്രേ, അറഫഹുമുല്ലാഹ്, സഅദേ നിങ്ങൾക്ക് പേരറിയില്ലെങ്കിലും അവരുടെ പേര് അള്ളാഹുവിനറിയുമല്ലോ. അതാണ് ഇവിടെ പറയാനുള്ളത്. ആരൊക്കെയാണോ ഇതിനെ സഹായിച്ചത് അവരൊക്കെ പേരും നാടും അഡ്രസ്സും അള്ളാഹുവിനറിയാം. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ബക്കറ്റുമായിട്ട് വരുമ്പോഴെല്ലാവരും സഹകരിക്കണത്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് മാത്രമാണോ ബക്കറ്റ്? എല്ലാവർക്കും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. എൻ്റെ ഓഹരി എൻ്റെ അടുത്തില്ല, അത് ഷാഫിൻ്റെ അടുത്ത് വാങ്ങിക്കും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു ഹുനൈഷ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ നല്ല സുന്ദരനായ ഒരു സ്വഹാബിയായിരുന്നു. നല്ല സൗന്ദര്യമുള്ള സ്വഹാബിയാണ് സഹൽ എന്നവർ. 2 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടോ? നിർത്തണോ? ഉസ്മാൻ പറഞ്ഞു 2.5 മണിക്കൂർ എന്ന്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റും കൂടെ. ഇത് കഴിഞ്ഞിട്ട് ഉസ്താദ് മരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നേരം വെളുക്കോളം പറഞ്ഞാൽ ഇനി എന്തായാലും കുഴപ്പമില്ല, വെല്ലിപ്പാടിയിലെ പരിപാടി കഴിഞ്ഞില്ലേ. അൽഹംദുലില്ലാഹ്, വല്ലാത്ത സ്നേഹമുള്ള ആളുകളാണ് കാസർഗോട്ടുകാർ. എല്ലാവരും വിചാരം ഞാൻ കാസർഗോട്ടുകാരനാണ്. മലപ്പുറത്തുകാരനാണെങ്കിലും നാടുകൊണ്ടും സൗഹൃദ ബന്ധം കൊണ്ടും കാസർഗോഡായതുകൊണ്ട് എല്ലാവരും, ചിലപ്പോൾ ഞാൻ കാസർഗോഡ് സ്ലാങ്ങിലും ആണ് പറയും. നമ്മുടെ ആ ഒരു കാസർഗോഡ് ഭാഷ കേട്ട് 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 അതേപോലെ വിഷം പറയാൻ അറിയും ചെയ്യും. അപ്പോൾ എന്ത് ചെല്ലുന്നു? അപ്പോൾ
ചിലരുടെയൊക്കെ വിചാരം കാസർഗോഡുകാരനാണ്. അത് നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു സ്നേഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മോഡലും അടിച്ചുപൊളിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്, ഒക്കെ ശരിയാണ്. എന്നാലും ഒരു ദീനിൻ്റെ വിഷയം വരുമ്പോൾ അവർ മുമ്പിലുണ്ടാവും. ചിലപ്പോൾ കയ്യുമ വാളിയും മാലയൊക്കെ ഉണ്ടാവും, കാതിൽ കുത്തിയതൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ. എന്നാലും തോന്നും നമ്മുടെ മക്കളാണ്. അവർ റബീഉൽ അവ്വൽ വരുമ്പോഴും നമ്മുടെ നേർച്ചകൾ വരുമ്പോഴും ബദരീങ്ങളാണ്ട് വരുമ്പോഴും റൂസ് പരിപാടിക്കും എല്ലാറ്റിനും മുമ്പിൽ ഓടി നടക്കാൻ അവർ റെഡിയാണ്. കുറച്ച് മോഡലൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അതൊക്കെ അല്ലാഹ് ഹിദായത്ത് കൊടുത്ത് നന്നാക്കട്ടെ എന്ന് പ്രത്യേകം ദ്വാരക്കെ. എന്നാലും ഒരു നല്ല മക്കളാണ്, സ്നേഹമുള്ളവരാണ്. അള്ളാഹുയുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബറക്കല്ലാഹ്. മഹാനായ സഹൽ ഇബ്നു ഹുനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സംഭവത്തിലേക്ക് വരാം. നബി തങ്ങളുടെ കാലത്ത് കണ്ണേറ് തട്ടിയതിന്റെ ഒരു അനുഭവം ഈ ഹദീസാണ്. കണ്ടല്ലോ അബ്ദുള്ള മോനല്ലേ, നല്ല മൊഞ്ചുള്ള കുപ്പായുള്ള KL14 അല്ലേ? ബറക്കല്ലാഹ്. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു ഹുനൈസ് നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. നല്ല മൃദുവായ തൊലിയായിരുന്നു മഹാനവറുകളുടേത്. അങ്ങനെ മദീനയിൽ ഒരു കുളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സഹൽ ഇബ്നു ഹുനൈസ് എന്നവര് കുപ്പായം അഴിച്ചിട്ടാണല്ലോ കുളിക്കുക. ഔറത്ത് മറച്ചിട്ടുണ്ട്, പക്ഷേ ശരീരത്തിന്റെ മേൽഭാഗം ഓപ്പണാണ്. മഹാനവറുകൾ കുളിച്ചപ്പോ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നുപോയി. മഹാനവറുകൾ മാ റഅയ്തുൽ യൗമ കജിൽദി മുഖബ്ബഅ, ഇങ്ങനെ മനോഹരമായ ഒരു പെൺകുട്ടിയുടേതുപോലുള്ള, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടേതുപോലുള്ള മൃദുലമായ ഒരു ചർമ്മം ഞാൻ ഇതുവരെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ എന്ന് മഹാനവറുകൾ അങ്ങ് പറഞ്ഞുപോയി. അങ്ങോട്ട് പറഞ്ഞുപോയി അറിയാതെ. ശരീരം ഭംഗിയുള്ള ആളായിരുന്നു. കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓപ്പണാണ്, കുളത്തിലാണ്, ഔറത്ത് മറച്ചിട്ടുണ്ട്. പക്ഷേ മഹാനായ ആമിർ എന്നവരുടെ നാവിൽ നിന്ന് മാ റഅയ്തുൽ യൗമ കജിൽദി മുഖബ്ബഅ മാ റഅയ്തു ഖത്തു മിഥ്ലൽ യൗമ അബദ, ഇന്ന് ഞാൻ കണ്ടതുപോലെ ഇത്ര നല്ല ശരീരഭംഗിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. മഹാനായ സഹൽ എന്നവർ ഫലബിത സഹലുൻ, സഹൽ എന്നവർ ബോധം കെട്ടു വീണവിടെ, ഒരു ഭാഗം കുഴഞ്ഞു വീണുപോയി. ശലല് സംഭവിച്ചു, പാരലൈസ് ആയി പോകുന്നൊക്കെ പറയില്ലേ, മനുഷ്യന്റെ ശരീരം തളർന്ന് സ്ട്രോക്ക് വന്ന പോലെ സഹൽ റളിയല്ലാഹു അൻഹു അവിടെ വീണുപോയി. അനങ്ങാൻ പറ്റുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചെന്ന് പരാതി പറഞ്ഞു. നോക്കണം, അവിടുത്തെ ഹോസ്പിറ്റൽ, അവിടുത്തെ പരാതികൾ, അവിടുത്തെ ശിക്വ, അവിടുത്തെ ശിക്കായത്ത് ഹബീബിനോടാണ് ബോധിപ്പിക്കാനുള്ളത്. وما لنا إلا إليك فرارنا أليس فرار الخلق إلا إلى الرسل. മഹാനായ ശംസുൽ ഉലമ തങ്ങൾ ചൊല്ലാറുള്ള ബൈത്തായിരുന്നു അത്. ശംസുൽ ഉലമ തങ്ങളുടെ ക്ലാസ്സോ വഅളോ സംസാരമോ കേട്ട ഉസ്താദുമാർക്കും എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. അത് മഹാനവറുകൾ ഈ ബൈത്ത് ചൊല്ലാറുണ്ടായിരുന്നു. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. അമ്പിയാക്കന്മാരോടല്ലയോ പരാതി പറയാനുള്ളത്? അമ്പിയാക്കളിലേക്കല്ലേ അസ്ഹാബുകൾക്ക് ഓടാനുള്ളത്, ഉമ്മത്തികൾക്ക് ഓടാനുള്ളത്? റസൂലുള്ളാഹി തങ്ങളുടെ തവസ്സുലും തങ്ങളോടുള്ള ആ ഒരു ഇസ്തിഗാസയും ഈ ലോകത്ത് ചെയ്യാത്തവർ മഹ്ശറയിൽ നിർബന്ധിതമായും റഗ്മൻ അൻ ഉനൂഫിഹിം ചെയ്തേ പറ്റൂന. ഷഫാഅത്തിന്റെ ഹദീസ് അങ്ങനെയാണ്. അംബിയാഇന്റെ അരികത്ത് ചെന്നിട്ട് നബിയേ, അങ്ങ് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം എന്ന് ഇസ്തിശ്ഫാഅ ചെയ്യൽ നിർബന്ധമായിട്ട് വരുന്നൊരു നേരമുണ്ട്. യാ അല്ലാഹ്, ഹബീബിന്റെ അരികത്തേക്ക് കൊണ്ടുപോയി സഹൽ ഇബ്നു ഹുനൈസ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ സ്വഹാബികൾ ഇത് കേൾക്കുകയാണ്. അവർ ആ സംഭവം നോട്ടീസ് ചെയ്തു, അവർ മനസ്സിലാക്കി. ആമിർ ഇബ്നു റബീഅ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ തലടിച്ചു വീണവിടെ. നോക്കണേ, സ്വഹാബത്തിന്റെ കാലത്ത് അത് നടന്നു. എന്തിനെന്നറിയോ? നമ്മുടെ കാലത്ത് ഇങ്ങനെ സംഭവം നടന്നാൽ എന്തു ചെയ്യണം? അതിന്റെ പരിഹാരം പരിശോധിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് കൊണ്ടുപോയി. ഫലമ്മാ ഉഖ്ബിറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോൾ ഗളിബ, നബി തങ്ങൾ ദേഷ്യപ്പെട്ടു. അലാ മാ യഖ്തുലു അഹദുകും അഖാ,
എന്തിനാണ് നിങ്ങൾ സ്വന്തം സഹോദരനെ ഇങ്ങനെ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചു നബി തങ്ങൾ. എന്തിനാണ് നിങ്ങൾ സ്വന്തം സഹോദരനെ ഇങ്ങനെ കൊല്ലുകയാണോ? കണ്ണുകൊള്ളിച്ച് ഇങ്ങനെ പറഞ്ഞ് തബാറക്കല്ലയും മാഷാ അല്ലയും അള്ളാഹുവിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാതെ ഒരു മനുഷ്യനെ നോക്കി പച്ചയിൽ ഇങ്ങനെ പറയുമ്പോൾ കണ്ണു കൊണ്ടുപോകും. അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം. അലാമ യഖ്തുലു അഹദുകും അഖാ, നിങ്ങൾ എന്തിനാണ് സ്വന്തം സഹോദരനെ ഇങ്ങനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു. സഹൽ എന്നവർ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, ആരാണ് പറഞ്ഞത്? വല്ലതും പറഞ്ഞു? അവരെ പറഞ്ഞു, നബിയേ, ആമിർ ഇബ്നു റബീഅ ഇങ്ങനെ പറഞ്ഞിരുന്നു, മാ റഅയ്തുൽ യൗമ കജിൽദി മുഖബ്ബഅത്തിൻ മിഥലൽ യൗമി അബദാ. ആമിറിനെ വിളിക്കാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹുവിനെ. മഹാനവറുകളെ വിളിച്ചു കൊണ്ടുവന്നു. അവരാണ് ഇവിടുത്തെ ആഇൻ എന്ന് പറയുന്നത്, കണ്ണ് കൊള്ളിച്ച ആള്. അവർക്കാണ് ആഇൻ എന്ന് പറയാ. ഈ സ്വഹാബി മഈനാണ്, കണ്ണ് കൊണ്ട ആളാണ്. ആമിർ എന്നവരോട് നബി തങ്ങൾ പറഞ്ഞു, അമറഹു അൻ യഗ്തസിൽ, വെള്ളം കൊണ്ടുവന്ന് കുളിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. വയകൂനു ദാലിക ഫീ ഇനാഇൻ, ആ കുളിച്ച് തീരുന്ന ശരീരത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ അയാളെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു. ദേഹത്ത് വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വയുസബ്ബുൽ മാഉ അലാ ജംബിഹിൽ ഐമനി വൽ ഐസരി ദാഖില തിസാരിഹി, കണ്ണു കൊള്ളിച്ച മനുഷ്യന്റെ വസ്ത്രത്തിനടിയിലൂടെ, വസ്ത്രം ഇട്ടിട്ടാണ് കുളിക്കുന്നത്, ഔറത്ത് കാണാൻ പാടില്ല. വെള്ളം ദേഹത്തുകൂടെ ശരിക്കും വലതുഭാഗത്തും ഇടതുഭാഗത്തും വസ്ത്രത്തിനുള്ളിലൂടെ ദേഹത്ത് വെള്ളം തട്ടി വരണം എന്ന് നിബിധങ്ങൾ പറഞ്ഞു. ഒടുപ്പിച്ചു കുളിക്കാനും പറഞ്ഞു. കണ്ണു കൊണ്ട ആളെ കമിഴ്ത്തി കിടത്തി. എന്നിട്ട് ഈ ശേഖരിച്ച വുദൂഇന്റെയും കുളിയുടെയും വെള്ളം തലയുടെ ഭാഗത്ത് നിന്ന് പെരടയിൽ നിന്ന് കാല് വരെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഫസകബൂഹു അലൈഹി, ആ മനുഷ്യന്റെ ദേഹത്ത് അത് ഒഴിച്ചു കൊടുത്തു സഹൽ എന്നവരുടെ മേൽ. ഫഖാമ ലൈസ ബിഹി ബഅസുൻ, ഒരു കുഴപ്പവുമില്ലാതെ സഹൽ ഇബ്നു ഹുബൈഷ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു എന്ന് പരിശുദ്ധമായ സ്വഹീഹായ ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, ഹല്ലാ ബറകത അലൈഹി, ആമിറേ, നിങ്ങൾക്ക് കണ്ണുകൊള്ളുന്ന അസുഖമുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലയോ? അങ്ങനത്തെ നിങ്ങൾ, അല്ലെങ്കിൽ കാണുന്ന ഓരോരുത്തരും കൗതുകമുള്ള ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു കുട്ടിയെ കാണുമ്പോൾ, ഒരു വീടോ ഒരു വാഹനമോ നമുക്ക് സന്തോഷം തോന്നുന്ന എന്തോ ആകട്ടെ, നിങ്ങൾ ബറകത അലൈഹി, നിങ്ങളുടെ കൂട്ടുകാരന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയല്ലേ വേണ്ടത്? അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹുമ്മ ബാരിക് അലൈഹി, അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേ, അല്ലാഹുവേ ബറക്കത്ത് അവർക്ക് മേൽ ചൊരിഞ്ഞു കൊടുക്കണമേ. അങ്ങനെയല്ലേ നിങ്ങൾ പറയേണ്ടത്? അത് പറയാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ കണ്ണുകൊള്ളുകയാണ്, അതുകൊണ്ട് മരണം വരെ സംഭവിക്കും. അലാമ യഖ്തുലു അഹദുകും അഖാ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഒരു പാഠമുണ്ട്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനോഹരമായ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു വാഹനം മേടിച്ചു, ഒരു ബൈക്ക് വാങ്ങിച്ചു, ഒരു വീട് വാങ്ങിച്ചു, ഏതെങ്കിലും ഒരു നല്ല മൊബൈൽ ഫോൺ വാങ്ങിച്ചു, എന്തോ ആകട്ടെ, നിങ്ങളത് കാണുമ്പോൾ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ അങ്ങനെയാ പറയുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു ചെയ്യുന്നു. എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, അതാണ് ഇതിന്റെ ആശയം. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന കഴിവേ നമുക്കുള്ളൂ. സൗന്ദര്യവും സൗകര്യവും ആരോഗ്യവും എല്ലാം അല്ലാഹു നൽകുന്നതാണ്. അങ്ങനെയാണ് പറയേണ്ടത്. റബ്ബിന്റെ ഫദ്ല്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. നമ്മുടെ വീടുകളിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കും, അതിനൊരു കുഴപ്പമില്ല, അത് ഹറാമാണ് ബിദ്അത്താന്ന് പറയാൻ നിൽക്കണ്ട, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ അത് കാണുമ്പോൾ നമ്മൾ അത് റിമൈൻഡറാണ്, നമുക്കൊന്ന് ചൊല്ലാൻ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. മാഷാ അല്ലാഹ്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലെങ്കിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. സുലൈമാൻ നബി പറഞ്ഞ വാക്കാണത്. ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക്, സബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവന്നപ്പോൾ മിനിമം 2500-3000 കിലോമീറ്റർ കാണും. നിമിഷ നേരം കണ്ണിമ ചെല്ലും വെട്ടുന്നതിന് മുമ്പ് എത്തിയപ്പോൾ നീ ലോകത്ത് എന്തൊക്കെ ഫ്രൈറ്റ് സർവീസ് മനുഷ്യൻ കണ്ടെത്തിയാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഈ മുഅ്ജിസത്തിനോളം എത്താൻ കഴിയൂല. അതാണ് അത്ഭുതം. മനുഷ്യൻ ആകാശത്തേക്ക് എത്ര യാത്ര പോയാലും ഹബീബിന്റെ ഇസ്രാ മിറാജ് പോലൊരു യാത്ര മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. മുഅ്ജിസത്തുകൾ മനുഷ്യന്റെ കഴിവുകളെ മുഴുവനും മറികടക്കുന്ന അല്ലാഹു നൽകുന്ന അജയ്യമായ സിദ്ധികളാണ്, കഴിവുകളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, അതാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞത്. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ഹുമ എന്നാണ് ഇതിന് വായിക്കുക. ഹമ അല്ലെ ഹുമ. മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു വഹാദാ മിൻ മഹാനവറുകൾ പറഞ്ഞു, ഖദ് അഹ്സന മൻ തഹാ ഇലാ മാ സമിഅ. ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ കേട്ടത് അറിഞ്ഞത് ശരിയാണല്ലോ, ആ അറിഞ്ഞതുപോലെ കേട്ടതുപോലെ നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കുന്നത് ശരിയാണ്, ന്യായമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അമലിന് ഒരു തെളിവുണ്ട്, ഒരു ദലീലുണ്ട്, അത് കണ്ടുവെക്കുന്നത് നല്ലതാണ്. ആലിമിനോടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സാധാരണക്കാർക്ക് ദലീലൊന്നും ഓർത്ത് വെച്ച് കിടക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധരായ ഉമ്മത്തികൾ നാളെ പരലോകത്തേക്ക് വരുന്ന ഹദീസ് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആളുകളുടെ ചരിത്രമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാരാണ്? അല്ലദീന ലാ യസ്തർഖൂൻ, അള്ളാഹുലേക്ക് പരമാവധി റബ്ബിനെ ഏൽപ്പിക്കുകയും റുഖിയ പോലും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാത്തവർ. വലാ യഖ്തവൂൻ, ചൂട് വെക്കുന്ന ചികിത്സ വേണമെന്ന് ആവശ്യപ്പെടാത്തവർ. അവരാവശ്യപ്പെടില്ല എന്നതിൻ്റെ ആശയം. അവർ ചെയ്യൂല, ആരെങ്കിലും ചെയ്തു കൊടുത്താൽ ചെയ്യണ്ട എന്ന് പറയും, അതൊന്നും അതിന് ആശയമില്ല. അവരത് ആവശ്യപ്പെടില്ല. വലാ യതതയ്യറൂൻ, അവര് അവലക്ഷണമോ പക്ഷിലക്ഷണമോ പറയുന്നവരല്ല. അന്ന് അറബികൾക്ക് അങ്ങനെ രീതിയുണ്ട്. അവർ യാത്ര പുറപ്പെടുമ്പോൾ ഒരു പക്ഷിനെ പിടിച്ചിട്ട് ഇറങ്ങും, ഒരു പ്രാവോ ഒരു മൈനയോ. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പക്ഷിനെ അങ്ങോട്ട് വിടും. അത് വലത്തോട്ട് പറന്നാ പറയും നല്ല ദിവസം പോകാം. ആ പക്ഷി എങ്ങാനും ഇടത്തോട്ട് പറഞ്ഞ ഇന്ന് നടക്കൂല എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അന്ന് പോവില്ല. ആ പക്ഷി സാധുവിനെ അറിയോ എന്തായി സംഭവിക്കണത്? അള്ളാന്റെ പടപ്പല്ലേ അത്. അതിനെ ചൊല്ലിയാണ് യതതയ്യറൂൻ എന്ന പക്ഷി ലക്ഷണം പറയുക എന്ന ആ ഒരു പ്രയോഗം വരാൻ കാരണം അതാണ്. അന്നത്തെ ഒരു അന്ധവിശ്വാസം അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു തതയ്യുർ ചെയ്യുന്നവരല്ല മുഅ്മിനീങ്ങൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. ഇഅ്രിദു അലയ്യ റുഖാകും, നിങ്ങളുടെ റുഖിയ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. സഹാബികളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് റുഖിയ ചെയ്യുന്നത് എന്നോട് വന്ന് പറഞ്ഞു തരണം. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയാണ്, നന്നായിട്ട് റുഖിയ ചെയ്തിരുന്ന മഹദിയാണ്. ആയിഷ ബീവി റുഖിയ ചെയ്ത് കൊടുക്കാറുണ്ട്, മന്ത്രിച്ചൂതി കൊടുക്കാറുണ്ട്. ഉമ്മു സലമ ബീവി ചെയ്യാറുണ്ട്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ മന്ത്രിച്ചൂതി കൊടുത്തിട്ടുണ്ട്. ഇഅ്രിദു അലയ്യ റുഖാകും വലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ശിർകാ. ഷിർക്ക് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേതര ആരാധ്യരുമായി ബന്ധപ്പെട്ട വാക്കുകളോ പ്രവൃത്തികളോ അമലുകളോ ആരാധനാ കർമ്മങ്ങളോ ചെയ്യാത്ത രീതിയിൽ ഇസ്ലാമികമായി ശറഅ അംഗീകരിച്ചിട്ടുള്ള റുഖയ കൊണ്ട് ഒരു വിരോധവുമില്ല. ഈ ഹദീസിന് അർത്ഥം കൊടുക്കുമ്പോഴേ മുതഅല്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ എന്ന് പറയുമ്പോൾ റുഖയ ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കായി റുഖിയ ചെയ്യാത്തവരാണ് എന്നർത്ഥം കൊടുക്കുന്നത് ശരിയല്ലെന്നാണ്. കാരണം ഒരു മുസ്ലിം എങ്ങനെ ഷിർക്കായ റുഖിയ ചെയ്യാ? ഒരു മുസ്ലിം ശറഈയ റുഖിയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ അവിടെ ശറഈയായ റുഖിയയാണ് ചെയ്യുന്നതെങ്കിൽ പോലും
ഈ ആളുകൾ, വിചാരണയില്ലാതെ പോകുന്ന ആളുകൾ, അതുപോലും ആവശ്യപ്പെടാതെ അള്ളാഹുലേക്ക് മുഴുവനായി തവക്കുലാക്കുന്നവരാണ്. അതാണ് ആ ഹദീത്തിന്റെ സാരം. എന്നല്ലാതെ ശിർക്കായ റുഖ്യ ആരും ചെയ്യില്ല. ശിർക്കായ തമീമത്ത്, ഏലസ് കിട്ടുക എന്ന് പറയുന്നത് തമീമത്ത്. മഹാനായ അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അഹ്ലു ബൈത്താണ്, വലിയ ആലിമാൻ, ലാ ബഅസ ബിഹി, അതിനൊരു കുഴപ്പവുമില്ല എന്ന് മഹാൻ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്തേ? ദീനിൽ ശറഅാക്കപ്പെട്ടത്. പക്ഷേ അന്ന് ശിർക്കുമായി ബന്ധപ്പെട്ട തമീമത്തുകൾ അന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് ആരെങ്കിലും തമീമത്ത് കെട്ടുകയാണെങ്കിൽ വഖില ഇലൈഹി, ആ ഏലസിലേക്ക് അള്ളാഹു അവരെ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ശിർക്കിയായ ഏലസുകളെ നിരുത്സാഹപ്പെടുത്താനായിരുന്നുവെന്ന് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ ഹിഫ്ദിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി റുഖ്യ ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് അത്തരം കാര്യങ്ങളെ ദേഹത്ത് വൃത്തികേടാവാത്ത രീതിയിൽ, അശുദ്ധമാവാത്ത രീതിയിൽ ഈ റുഖ്യയുടെ കലാമുകൾ അല്ലെങ്കിൽ ദുആകൾ, അദ്ഇയത്ത് ഏലസായി തമീമത്തായി കിട്ടുന്നത് ലാ ബഅസ ബിഹി എന്ന് ഫത്വ കൊടുത്തത് അലി സൈനുൽ ആബിദീൻ തങ്ങളാണ്. അഹ്ലു ബൈത്താണ്, വലിയ ആലിമാൻ, മദീന കണ്ട, ലോകം കണ്ട പ്രഗൽഭനായ ആലിമാൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു വഅൻഹു വഅൻ ആബാഇഹി വജ്ദാദിഹി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇഅ്രിദു അലയ്യ റുഖാകും, നിങ്ങളുടെ